വിട്ടിട്ടുണ്ട്. ദയവായിട്ട് വിട്ടു. മന്ത്രി വീണ ജോർജിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പറയാൻ ഇല്ല എന്നതിൽ ആർക്കും അതിശയവുമില്ല. കൈക്കൂലി വാങ്ങാത്ത, ആരുടെയും ഔദാര്യത്തിനു വേണ്ടി നടുവളയ്ക്കാത്ത ഒരു സർക്കാർ ഡോക്ടറുടെ ജീവിതവും ഔദ്യോഗിക ജീവിതവും ഒട്ടുമേ സുഖകരമല്ല. ജൂൺ 27 ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഫേസ്ബുക്കിൽ കുറിച്ചതാണ് ഈ വാക്കുകൾ. ഇത് മലയാളികൾ എല്ലാ കാലത്തും ഓർക്കേണ്ട ഒന്നാണ്. കണ്ണൂർ മുതൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ മെഡിക്കൽ കോളേജുകളിലും ജോലി ചെയ്ത, ട്രാൻസ്ഫറിന് വേണ്ടി ആരുടെയും കൈയും കാലും പിടിക്കാത്ത, ലോഡ്ജുകളിലും വാടക വീടുകളിലും ക്വാർട്ടേഴ്സുകളിലും ഒറ്റയ്ക്ക് പാചകം ചെയ്ത് പരിമിതമായ സാഹചര്യത്തിൽ ജീവിച്ച, ജോലി ചെയ്ത ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെതാണ് ആ വാക്കുകൾ. 56-ാം വയസ്സിലും വർഷത്തിൽ 360 ദിവസവും തൻ്റെ ആശുപത്രിയിലെത്തി ജോലി ചെയ്ത ഡോക്ടർ. ഇപ്പോൾ സർക്കാർ ഡോക്ടർ ഹാരിസിനെതിരെ അന്വേഷണം അവസാനിപ്പിച്ചിരിക്കുന്നു. കാണാതായ ഉപകരണങ്ങൾ കണ്ടെത്തിയെന്ന് അന്വേഷണം നടത്തി മെഡിക്കൽ വകുപ്പ് അവിടെ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. ഈ ഒരാളുടെയും സപ്പോർട്ടില്ലാതെ നിസ്സഹായനായ ആണ് ഞാൻ എന്ന് ഒരിക്കൽ വിലപിച്ചു ഡോക്ടർ ഹാരിസ് ചിറക്കൽ. പക്ഷേ ഇന്ന് ഒരു പോരാട്ടം ജയിച്ച യോദ്ധാവാണ് ഹാരിസ്. ഇന്ന് ഹാരിസ് ചിറക്കലിനെതിരെ പടയൊരുക്കം നടത്തിയത് ആര് എന്ന് കേരളം ചോദിക്കുന്നു. അതിന് നിർദ്ദേശം നൽകിയത് ആര്? ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ നാടകമൊക്കെ? ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നു. എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. യെസ്, എൻ്റെ ആദ്യ കോളർ ബോംബെയിൽ നിന്നാണ്, കമാൻഡർ മാത്യു. അതൊരു വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കേരളത്തിൻ്റെ ഈ വിഷയം ബോംബെയിലിരുന്നും മലയാളികൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണുന്നു എന്നതാണ്. നോക്കൂ കമാൻഡർ മാത്യു, ഇത് ഒരു ഡോക്ടർ എഴുതുകയാണ്. അദ്ദേഹത്തിന് മറ്റ് പല വഴികളും അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്നു. പക്ഷേ ഒരു സേവനം, സാധാരണക്കാരായ ജനങ്ങൾക്കൊരു സേവനമെന്ന മനോഭാവത്തോടു കൂടി പ്രവർത്തിച്ച ഒരു ഡോക്ടറെ കൊടുക്കാൻ എന്തൊക്കെ നാടകങ്ങൾ ഈ നാട്ടിൽ നടന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. അരുണേ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. അരുൺ, ഞാൻ ഈ വിഷയം ഇന്നലെ മുതലേ ഞാൻ ഭയങ്കരമായിട്ട് എന്നെ അലട്ടുന്ന ഒരു വിഷയമാണ്. കാര്യം എന്ന് വെച്ചാല് എന്റെ മനസ്സിൽ മൊത്തം ആ തഹസിൽദാർ ഓർമ്മ, എന്റെ പത്തനംതിട്ടയിലുള്ള എന്റെ തഹസിൽദാർ മറ്റ സംഭവം അറിയാമല്ലോ, ആ വിഷയം വെച്ച് നവീൻ ബാബുവിന്റെ കാര്യം ഓർക്കുമ്പോൾ ഈ ഡോക്ടർ ഹാരിസിനെ ഇങ്ങനെ ഈ ആരോഗ്യമന്ത്രി, വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞാൽ ആരോഗ്യമന്ത്രി എന്തിനു വേട്ടയാടുന്ന എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ഒരു മോളോസ്കോപ്പിന്റെ 3.5 ലക്ഷം രൂപയുടെ ഒരു സാധനം കാണാനില്ലെന്നും പറഞ്ഞ് ഈ ഡോക്ടറുടെ പേരിൽ ഒരു അപഖ്യാതി ഉണ്ടാക്കിക്കൊണ്ട് 2 ഡോക്ടർമാർ, സീനിയർ ഡോക്ടർമാർ ടിവിയുടെ മുന്നേ വന്ന് നമ്മളെ വലിയ ഷോ കാണിക്കാൻ വന്നു. ഈ ഷോ കാണിക്കാൻ വന്നപ്പോഴേതാ ഒരു പൊട്ടം വിളിച്ചു പറയുക, നീ ആ പേപ്പർ മൊത്തം വായിച്ചു നോക്കാൻ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നീ ഈ പേപ്പർ മൊത്തം വായിക്കുക, ആ സ്റ്റേറ്റ്മെന്റ് മൊത്തം വായിക്കാൻ വേറൊരു പൊട്ടം വിളിച്ചു പറയാം, ഒരു പൊട്ടനോട് വേറൊരു പൊട്ടം പറയാം, വായിച്ചു പറയാം. ഇവർ ഈ ഡിപ്പാർട്ട്മെന്റ് എന്തുവാ? എന്താണ് ഈ ആരോഗ്യവകുപ്പ് ഡിപ്പാർട്ട്മെന്റ്? മനുഷ്യന് വേറും മൂന്നാംകിട എന്നാ പറയുന്നത്, നമ്മൾ മൂന്നാംകിട രാഷ്ട്രീയക്കാരൊന്നുമല്ല. ഈ പൊതുജനം എന്ന് പറയുന്നത് പ്രതികരിക്കാൻ കഴിവുള്ള പൊതുജനമാണ്. ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇത്രയും നല്ലൊരു ഡോക്ടർ ഹാരിസിനെ പോലെ ഡോക്ടർ, ആ ഡോക്ടർ പ്രതിഫലമില്ലാതെ വർക്ക് ചെയ്യുമ്പോൾ, ഗവൺമെന്റ് കൊടുക്കുന്ന കൂലി മാത്രമേ അങ്ങേർക്കുള്ളൂ, പ്രതിഫലമില്ലാതെ വർക്ക് ചെയ്യുമ്പോൾ ആ ഡോക്ടറെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം കൂടെ ഉള്ളവന്മാർ മന്ത്രിയെ നന്നാക്കാൻ വേണ്ടി കാണിച്ചൊരു സ്റ്റേറ്റ്മെന്റ്, ഒരു നാടകം. ആ മനുഷ്യൻ ഇന്നലെ വല്ല സംഭവിച്ചാൽ ആര് ഉത്തരവാദിത്തം പറയും? ആ മനുഷ്യന്റെ പ്രഷർ ഇപ്പൊ എത്ര ആയിരിക്കും അറിയാമോ? പ്രഷറും ഷുഗറും ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഈ ആരോഗ്യമന്ത്രിയുടെ ഇമേജ് അല്ലെങ്കിൽ ബ്യൂട്ടിഫിക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാവം പിടിച്ച മനുഷ്യനെ ബലിയാടാക്കുക വെച്ചാൽ എന്ത് മര്യാദയാണിത്? കേരളത്തിലെ ഈ ജനങ്ങൾ പ്രബുദ്ധരല്ലേ? എന്തുകൊണ്ട് ഇവർ പ്രതികരിക്കുന്നില്ല? ഈ കേരളത്തിലെ ജനങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്ന ആ ഡിപ്പാർട്ട്മെന്റ് നശിച്ച് നാറാണക്കല്ല കേരളത്തില്. ഞങ്ങളൊക്കെ സഹിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഒരു വർഷം കൂടെ പോയി കിട്ടണേ ഭഗവാനെ എന്ന് പറഞ്ഞ് സഹിക്കുകയാണ്. അഭിപ്രായം കൃത്യമാണ്. എന്നോടൊപ്പം കാസർഗോഡ് നിന്ന് സന്തോഷ് കൂടി ചേരുന്നുണ്ട്. സന്തോഷ്, ഇത് ഒരു നിസ്സഹായരായി നിൽക്കുന്നു എന്ന് പറഞ്ഞൊരു ഡോക്ടറുടെ വിലാപം കേരളം കേട്ടു. അന്ന് ആ ഡോക്ടറെ പിന്തുണച്ചുകൊണ്ടാണ് ആരോഗ്യമന്ത്രി എത്തിയത്.
പിന്നെ നമ്മൾ കാണുന്നത് ഡോക്ടറെ കുടുക്കാൻ, മോഷ്ടാവാക്കാൻ, ഒരു കള്ളനെന്ന് ചിത്രീകരിച്ച് ഈ നാടിന് മുന്നിൽ അവതരിപ്പിക്കാൻ നടക്കുന്ന വളരെ ആസൂത്രിതമായൊരു ശ്രമമാണ്. ഇന്ന് തനിക്കൊന്നും പറയാനില്ല എന്ന് ആരോഗ്യമന്ത്രി പറയുമ്പോൾ എത്രമാത്രം പരാജയപ്പെട്ടു ഈ വകുപ്പ് എന്നാണ് സന്തോഷ് മനസ്സിലാകുന്നത്. മോഷ്ടാവെന്ന് തിരക്കഥ എഴുതി നാടിന് മുമ്പിൽ അവതരിപ്പിക്കുകയല്ല, ഇപ്പൊ അവതരിപ്പിച്ച് വെച്ചേക്കാണ്. അത് എവിടെന്നാ കിട്ടിയെന്ന് അവര് പറഞ്ഞിട്ടുണ്ടോ? ആരാ കൊണ്ടുവച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ അവിടുന്ന് കളവ് പോയി എന്ന് പറയുന്ന സാധനം തിരിച്ചവിടെ കിട്ടി, ഇല്ലേ? അത് അവിടുന്ന് പോയിട്ടില്ല, അത് അവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അത് അവര് പറയുന്നത് പോയി എന്നാണ് ആദ്യം പറഞ്ഞത്. ഇല്ല, അതെല്ലാം അതിന്റെയൊക്കെ വാസ്തവമായ സംഭവം പുറത്തു വന്നു. അതെന്താണ്? അതെ, രണ്ടാമത് അവിടെ കൊണ്ടുവച്ചു. CCTV-യിൽ ഒരു മായ പോലെ ഇങ്ങനെ കയറി പോകുന്ന പറഞ്ഞത്. ഒരു രൂപം CCTV-യിൽ എന്താ സാർ, ഒരാളെ രൂപം തന്നെ കാണൂലേ? ഇന്നലെ ഡോക്ടർ പറഞ്ഞിട്ടില്ലേ, ഒരു ചെറിയൊരു രൂപം കണ്ടു എന്ന് പറഞ്ഞു CCTV-യിലൂടെ. തലേന്ന് നോക്കി അന്നേരം അവിടെ കണ്ടില്ല. പിറ്റത്തെ ദിവസം ഞങ്ങൾ ആദ്യം കയറി നോക്കി എന്താണെന്ന് നോക്കണം. എന്നിട്ടോ ഈ ഡോക്ടറെ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോ ആ ഡോക്ടറെ അടുത്ത് മന്ത്രി പറയാ, നിങ്ങൾ പറഞ്ഞില്ല എനിക്ക് വിഷമമുണ്ടെന്ന്, ദുഃഖമുണ്ടെന്ന്, എന്നെ അതിലൂടെ ഞാൻ ഒരുപാട് വിഷമിച്ചു എന്നാ പറയുന്നത്. ഈ പണിക്ക് പറ്റില്ല, ഇറങ്ങി പോണെന്ന് അല്ലേ? ഒരു പാവം ഒരു ഡോക്ടർ, ആ ഡോക്ടർ തന്നെ പറഞ്ഞ 360 ദിവസം ഞാൻ ഡ്യൂട്ടി ചെയ്യുന്നതാന്ന് പറഞ്ഞത്. ഒരു ദിവസം പോലും, ഞായറാഴ്ച പോലും ലീവാക്കാതെയാണ് അദ്ദേഹം ഈ ഹോസ്പിറ്റലിൽ പോയി രോഗികളെ, അല്ലാണ്ട് ശമ്പളത്തിന് വേണ്ടിയിട്ടല്ല. എന്നിട്ട് ആ ഡോക്ടർക്ക് ഒടുവിൽ നേരിടേണ്ടി വന്ന ആതുര സേവന ചെയ്യുന്നത്. എന്നിട്ടോ ഇപ്പം ഞാൻ പറഞ്ഞ വിളിച്ചു പറഞ്ഞു, വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അവിടുന്ന് ഫോൺ വഴി വിളിച്ചു പറഞ്ഞു. ആ ഫോൺ വഴി വിളിച്ചു പറഞ്ഞാൽ ആരാ വിളിച്ചതെന്ന് അറിയണ്ടേ പറയിപ്പിച്ചത്? ഇതൊക്കെ ആ ജനങ്ങളുടെ മുന്നിൽ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ആ ഡോക്ടറെ ബലിയാക്കി, ഡോക്ടറെ ഒരു കള്ളനാക്കി ചിത്രീകരിച്ചിട്ടല്ല അവര് പകുതി വഴിക്കിട്ടിട്ട് പോകുന്നത്. അതെ, വളരെ വ്യക്തമാണ്. അതാണ് ആ ഒരു സംശയത്തിന്റെ മുനയിൽ ഒരു മനുഷ്യനെ നിർത്തുക, അതും എല്ലാ അർത്ഥത്തിലും സേവന സന്നദ്ധനായി ആരോഗ്യ രംഗത്ത് തൻ്റെ സേവനം ലഭ്യമാക്കാൻ എല്ലാ പ്രയത്നങ്ങളും നടത്തുന്ന ഒരു മനുഷ്യനെ കള്ളരെന്ന് മുദ്ര കുത്തി പുറത്താക്കാൻ നടക്കുന്ന ഒരു ശ്രമം. തങ്കച്ചൻ എന്നോടൊപ്പം ചേരുന്നു കോട്ടയത്ത് നിന്നാണ്. ശ്രീ തങ്കച്ചൻ, നമസ്കാരം സാറേ. നമസ്കാരം. അതെ, എനിക്ക് പറയണം, ഞാൻ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ഏറ്റവും കൂടുതൽ അഭയം ഭാവിക്കുന്ന ആളാണ്. കാരണം വെച്ചാൽ ഞാൻ ഹാർട്ട് പേഷ്യന്റാണ്. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ഒരാളാണ്. എന്നാൽ പോലും അവിടെ നല്ല സത്യസന്ധമായ പല ഡോക്ടർമാരും ഉണ്ട്. അതുപോലെ ഒരു ഡോക്ടറെയാണ് ഞാൻ ഈ ഡോക്ടറെ കരുതുന്നത്. കാരണം വെച്ചാൽ അവർക്ക് എന്നെ ഏറ്റവും കൂടുതൽ സ്വീകരിച്ചത് രാമാറാവ് എന്ന് പറയുന്ന ഡോക്ടറാണ് എന്നെ സ്വീകരിച്ചത്. അവരുടെയൊക്കെ നല്ലൊരു സഹപ്രവർത്തനമാണ് എന്നോട് കാണിച്ചിരിക്കുന്നത്. ഈ CPM-മാർക്ക് ഉണ്ട്, അവരെ ആർക്കെതിർത്താലും അവരെ ഉന്മൂലനം ചെയ്യുക, ഏത് രീതിയിലും, എങ്ങനെ, എപ്പോഴും, എവിടെ വെച്ചും. എന്നാൽ എനിക്കിത് ഒറ്റ കാര്യം ഇപ്പൊ പറയാനുണ്ട്, ഈ ഡോക്ടർ കൃത്യമായിട്ട് സൂക്ഷിക്കണം. കാരണം ഇനി വരുന്ന പേഷ്യന്റ്, ഇപ്പൊ ഇന്ന് അദ്ദേഹം ചാർജ് എടുത്തല്ലോ, ഇന്ന് അദ്ദേഹം ചാർജ് എടുത്തപ്പോൾ വരുന്ന വെച്ചാൽ ഒന്നെങ്കിൽ അവിടെ രോഗി മരിക്കും, അല്ലെങ്കിൽ എന്തൊരു പെൺ ഡോക്ടർമാരെ കൊണ്ട് പീഡനം നടന്നു എന്ന് പറഞ്ഞ് ഈ ഡോക്ടറെ അഭിവൃദ്ധിപ്പെടുത്താൻ ശ്രമിക്കുന്ന കാര്യം തീർച്ചയാണ്. സാർ ഇനി മുൻകാലം പോകുന്ന കാര്യങ്ങൾ ഇനി നമ്മൾ വിളിക്കൂല്ലോ, ഇനി നമ്മൾ ന്യൂസ് പരിപാടിയുണ്ടല്ലോ, അത് തീർച്ചയായിട്ടും സാർ അത് തന്നെ അഭിനയിച്ചാൽ മതി എന്നാണ് ഇത്രയും എനിക്ക് പറയാനുള്ളത്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീനിവാസൻ എന്നോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരത്താണ്. ശ്രീ ശ്രീനിവാസൻ, താങ്കൾക്ക് ഈ കഥ കേട്ടിട്ട് എന്താണ് മനസ്സിലായത്? ഇത് ആരാണ് ഇതിൻ്റെ പുറകിൽ? ആരോഗ്യമന്ത്രിക്ക് ഒറ്റയ്ക്കെടുത്ത ഒരു തീരുമാനമായി ഇതിനെ നമുക്ക് കാണാൻ കഴിയുമോ? അതോ ഇത് കൂട്ടായ ഒരു ആക്രമണം അദ്ദേഹത്തിന് നേരെ നടത്താൻ ഒരു ശ്രമം ഉണ്ടായി എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ രാജേഷ് പറഞ്ഞത് 100% ശരിയാണ്. അയാൾ ഇത് പുറമെ പറഞ്ഞത് കൊണ്ട് പാവപ്പെട്ട രോഗികൾക്ക് 100% പ്രയോജനം ഉണ്ടായിട്ടുള്ളൂ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ദിവാകരൻ എന്നൊരു പ്രേക്ഷകൻ എന്നോടൊപ്പം ചേരുന്നത് തലശ്ശേരിയിൽ നിന്നാണ്. ശ്രീ ദിവാകരൻ, സാറേ, ഈ സർജിക്കൽ എക്യുപ്മെന്റ്സിന്റെ കുറവല്ലേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ? അദ്ദേഹം രോഗികൾക്ക് വേണ്ടിയിട്ടല്ലേ അയാൾ ഫൈറ്റ് ചെയ്തിട്ട് പറഞ്ഞത്? നല്ല കാര്യമല്ലേ? അതല്ല, PG എടുത്ത് മെറിറ്റിൽ PG എടുത്ത് ബുദ്ധിമാനായിട്ടുള്ള ഒരു ഡോക്ടറാ, എത്ര കഷ്ടപ്പെട്ടിട്ടാ പഠിച്ചിട്ട് ആ നിലയിൽ. ഇനിയിപ്പോ ആ ഡോക്ടറെ മാനസികമായി തകർത്ത് മനസ്സിന്റെ വിഷമം കൊണ്ട് അദ്ദേഹത്തിന് ആകെ അപ്സെറ്റ് ആവും. രോഗികളെ ചികിത്സിക്കേണ്ട ഒരു കോൺഫിഡൻസ് കൊടുക്കേണ്ട ഇവരുടെ പാർട്ടിക്ക്, ഏത് പാർട്ടി ആയാലും, പാർട്ടിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ബലിയാടാക്കുക, അതെല്ലാം തെറ്റല്ലേ? വോട്ട് സീസ് ദ ട്രൂത്ത് വട്ട് ബേസ് എന്ന് പറഞ്ഞ പോലെ മന്ത്രി എല്ലാം ആരായാലും
ശ്രദ്ധിക്കണ്ടേ? അദ്ദേഹം മാനസികമായിട്ട് ആകെ തകർന്നിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിന് ഒരു കോൺഫിഡന്റ് ഹിമ്മത്ത് താക്കത്ത് കൊടുക്കേണ്ട ഇവരല്ലേ? അതായത് രോഗികൾ ഇല്ലെങ്കിൽ മനുഷ്യനില്ലെങ്കിൽ പിന്നെ ലോകം ഉണ്ടാകും. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മഹേഷ് കൊല്ലത്തുനിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ മഹേഷ്, ഇത് ആദ്യം ഡോക്ടർ ഒരു വളരെ വൈകാരികമായൊരു കമൻറ്റ് ഫേസ്ബുക്കിൽ ഇടുകയാണ്. പിന്നീട് അത് പലരും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പിൻവലിക്കുകയാണ്. പക്ഷേ തൻ്റെ ആരോപണങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുന്നു എന്ന് ഡോക്ടർ പറയുകയാണ്. അത് ജനങ്ങളുടെ പ്രശ്നമാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇത് പഠിക്കാനായി ഒരു സമിതിയെ നിയോഗിക്കുന്നു. ആ സമിതി കണ്ടെത്തുന്നത് മറ്റ് യൂണിറ്റുകളിൽ ഇതേ സമയം ഈ ശസ്ത്രക്രിയ നടന്നു എന്ന കാര്യമാണ്. പക്ഷേ അങ്ങനെയില്ല എന്ന് ഡോക്ടർ ഹാരിസ് തറപ്പിച്ച് പറയുന്നു. ഒടുവിൽ ഇതിൻ്റെ അന്വേഷണം എത്തിയപ്പോൾ വന്നത് അവിടെ ഒരു ഉപകരണം കാണാനില്ല എന്ന നിലയിലേക്ക് വരുന്നു. ആ ഉപകരണം പിന്നീട് ഇപ്പോൾ കണ്ടെത്തിയെന്ന് റിപ്പോർട്ട് വരുന്നു. അങ്ങനെ പല തരത്തിലേക്കിത് വളച്ചൊടിക്കപ്പെട്ടാണ് ഈ വിഷയം പുറത്തു വന്നത്. 20 ലക്ഷം രൂപയുടെ ഉപകരണമാണ് കാണാനില്ലാതായത് എന്ന് ആദ്യം പറയുന്നു. ഇപ്പോഴത് 3 ലക്ഷത്തിൽ താഴെയായി. ഇതിൻ്റെയൊക്കെ പുറകിൽ ഇങ്ങനെ കെട്ടിച്ചമച്ച കഥകളൊക്കെ പുറത്തുവിടുന്നത് എന്ത് ഉദ്ദേശം കൊണ്ടായിരിക്കുമെന്നാണ് ശ്രീ മഹേഷ് കരുതുന്നത്? നമസ്കാരം മനു. നമസ്കാരം. ഈ സിസ്റ്റം മൊത്തം തകരാറാണെന്നാണ് മന്ത്രി പറയുന്നത്. പക്ഷേ സിസ്റ്റത്തിന്റെ തകരാറല്ല, ഇത് മന്ത്രിയുടെ തകരാറാണെന്ന് മന്ത്രി ആദ്യം തിരിച്ചറിയണം. ഈ മന്ത്രി ആദ്യം ഈ ഹാരിസ് ഡോക്ടറെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേരളത്തിലെ മലയാളികളെല്ലാം കണ്ട കാര്യമാണ്. ഹാരിസ് ഡോക്ടർക്ക് സപ്പോർട്ട് കൊടുക്കുകയും എന്നിട്ട് പെട്ടെന്ന് നിലപാട് മാറ്റുകയും ചെയ്ത ഒരു വ്യക്തിയാണ് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ്. അതിനുശേഷം ഒരു ഉപകരണം കാണുന്നില്ല എന്ന് പറഞ്ഞു. അല്ല, ആദ്യം പിന്തുണ കൊടുത്ത് ഇത് മാറ്റാനുള്ള കാരണം എന്താണെന്നറിയാമോ മഹേഷേ? മുഖ്യമന്ത്രി പറയുകയാണ് ഇത് ആരോഗ്യ മേഖലയെ, ലോകത്തെ ഏറ്റവും മികച്ച ആരോഗ്യമന്ത്രി മേഖലയെ ഇതാ വല്ലാതെ അപകീർത്തിപ്പെടുത്തിയിരിക്കുന്നു ഒരു ഡോക്ടർ. ആ ഒരു ചെറിയ വാക്ക് കേട്ടപ്പോൾ തന്നെ മുഴുവൻ മന്ത്രിമാരും നിന്ന നിപ്പിൽ അസാധ്യമായ മെയ്വഴക്കത്തോടു കൂടി മറുകട്ടം ചാടി. അതെ, ഇതിനകത്തൊരു കാര്യമൊന്നും മനോ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ മികച്ച ആരോഗ്യ മേഖലയെന്ന് പറയുന്ന മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയി മൂലക്കുരുവിന് വരെ ചികിത്സിക്കുന്ന ആളാ. അത് പറയാനായിട്ടുള്ള മുഖ്യമന്ത്രിക്കില്ല. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് സാധാരണ ജനങ്ങൾക്കറിയാം. അവിടെ പോയി ഒരു നേരം ഒരു ചികിത്സയ്ക്ക് പോകുന്ന ഒരാളുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചാനലിലൊക്കെ വന്നതാണ്. അപ്പം ഈ ആരോഗ്യമന്ത്രി എന്ന് പറയുന്ന വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രിക്ക് ഒരു നിലപാടുമില്ല. കാര്യം ഈ മന്ത്രിക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു കഴിവുമില്ലാത്തൊരു മന്ത്രിയാണ് ഈ മന്ത്രി. ഇനി തുടരുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. എത്രയും വേഗം ഇവരെ ആ മന്ത്രി പദവി ഉപേക്ഷിച്ച് രാജിവെച്ച് പുറത്തു പോകാനാണ് എനിക്കത് പറയാനുള്ളത്. കാര്യം ഇവരെ കൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഈ സിസ്റ്റം അത്രമാത്രം മോശപ്പെട്ട ലെവലിലേക്കാണ് പോണേ. അത് മാത്രമല്ല, സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ മാനസികമായി പീഡിപ്പിക്കുകയും ക്രൂശിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് ഇന്ന് കേരളത്തിൽ ആരോഗ്യവകുപ്പിൽ നടക്കുന്നത്. ആരോഗ്യവകുപ്പ് മാത്രമല്ല, എല്ലാ വകുപ്പിലും ഇത് തന്നെ. എന്നാൽ ആരോഗ്യവകുപ്പ് ഇതേപോലെ ഹാരിസ് ഡോക്ടറിനെ പോലുള്ള ജനകീയമായിട്ടുള്ള ഡോക്ടർമാർക്ക് വളരെ പിന്തുണ കൊടുത്ത് അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനം കൊടുക്കേണ്ടതിന് പകരം അവരെ മാനസികമായിട്ട് വളരെ ഹറാസ് ചെയ്യുന്ന നിലയിലേക്കാണ് ഇന്നത്തെ രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇത് നന്നായി പോകുന്ന ലക്ഷണമില്ല പോലും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ജനങ്ങൾ വെറുത്തുപോയി ഇവരെ. ന്യായീകരണങ്ങൾക്ക് പിന്നെ ഇവർക്ക് ഒരു കുറവുമില്ലല്ലോ. എല്ലാത്തിനും ഓരോ ക്യാപ്സ്യൂൾ കണ്ടെത്തി ന്യായീകരിക്കും. അതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. വ്യക്തമാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ കൂടി എന്നോടൊപ്പം ചേരുകയാണ് പോത്തൻകോടുന്ന്. ശ്രീ ഉണ്ണികൃഷ്ണൻ, ഈ ശസ്ത്രക്രിയ മുടങ്ങുന്നത് കണ്ടാണ് ഒരു ഡോക്ടർ ഇങ്ങനെ അദ്ദേഹത്തിന്റെ വേദന പങ്കുവെച്ചത്. അദ്ദേഹത്തിന്റെ മകന്റെ പ്രായമുള്ള, എന്നിട്ട് ഒടുവിൽ ആ ഡോക്ടറിന് നേരിടേണ്ടി വന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ഈ നമ്പർ 1 ആരോഗ്യ മേഖലയിലെ കേരളം എന്ന് പറയുന്നതിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് എന്ന സംശയം ജനിക്കുകയല്ലേ? ഇതിൽ നിന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അദ്ദേഹം ഒരു സത്യസന്ധനും നീതിമാനും എല്ലാ അർത്ഥത്തിലും 1000-ൽ 1000 എന്ന് പറയുന്നത് പോലെ മാർക്ക് കൊടുക്കേണ്ട ഒരു ഡോക്ടറാണ്. അദ്ദേഹം എവിടെയെങ്കിലും ഒന്ന് പതറി നിങ്ങൾ ആരെങ്കിലും കണ്ടോ? നമ്മൾ ആരെങ്കിലും കണ്ടോ? ഈ മുഖ്യമന്ത്രി മയക്കിന്റെ മുമ്പ് എന്ന് പറയില്ലേ, മടിയിൽ കനമുള്ളവനെ ഭയക്കേണ്ട കാര്യമല്ലെന്ന് അദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹത്തിനാണ് അത് യോജിക്കുന്നത്. ഇദ്ദേഹത്തിന് ഒരുത്തനെ ഭയക്കേണ്ട കാര്യം ഇതുവരെയും കാണിച്ചിട്ടില്ല. സത്യസന്ധമായി ജോലിയെടുക്കുന്ന ഒരു നിഷ്കളങ്കനായ സൂര്യനായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തെ തൊട്ട കരിഞ്ഞു പോകുമെന്ന് പറഞ്ഞത് ഇദ്ദേഹത്തിന് ഉദ്ദേശിച്ചാണെന്നാണ് ഞാൻ പറയുള്ളൂ. തൊട്ട കരിഞ്ഞു പോകും. അത് മന്ത്രിക്ക് നല്ലോണം മനസ്സിലായി. ഇല്ലെങ്കിൽ
അനുഭവിച്ചനെ. മന്ത്രി നാണവും കെട്ട് മാനവും കെട്ട് പിന്നെ നാണം കെട്ടിറങ്ങി പോകേണ്ട ഒരു ഗതികേടിലേക്ക് വന്നനെ. കാരണം ഇന്നലെ പ്രസവിച്ചു വരുന്ന കുഞ്ഞുങ്ങൾ വരെ അദ്ദേഹത്തിന് അനുകൂലമായി എഴുത്തു നിന്ന് മുദ്രാവാക്യം വിളിക്കും. ഞാൻ ഉൾപ്പെടെ ഓരോ കച്ചിത്തുരുമ്പിന് പോലും അദ്ദേഹത്തിനോടുള്ള ബഹുമാനവും എന്താ പറയണ ഒരു ആരാധന, അദ്ദേഹത്തിനെ ഒന്ന് കണ്ടാ മതി എന്നുള്ള ഒരു അസുഖം വന്ന് മെഡിക്കൽ കോളേജിൽ പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ ഞാൻ ഇപ്പൊ വന്നിരിക്കുകയാണ്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ചെങ്ങന്നൂരിൽ നിന്ന് എനിക്കൊരു ഇപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്, ശ്രീ രാജൻ. 20 ലക്ഷത്തിന്റെ ഓസിലോസ്കോപ്പ് കാണാനില്ല എന്ന് പറയുന്നു. പിന്നെ അത് 2.5 ലക്ഷത്തിന്റെ മോസിലോസ്കോപ്പായി. മോസിലോമീറ്ററിന്റെ ഒരു ചെറിയ ഒരു ഭാഗം ആണ് ഇത് എന്ന് പറയുന്നു. അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് പുറത്തു നിന്ന് വാങ്ങി വെച്ചതാണെന്ന സംശയം ഒക്കെ അവർ പ്രകടിപ്പിച്ചു. പക്ഷേ അത് സത്യത്തിൽ നെഫ്രോസ്കോപ്പുകളായിരുന്നു. നേരെയാക്കാൻ കൊടുത്ത നെഫ്രോസ്കോപ്പുകളെ തെറ്റി പേരടിച്ച് അവിടെ നിന്ന് കൊറിയറിൽ അയച്ചപ്പോൾ അത് കണ്ട് ഈ ഡോക്ടർമാർ അങ്ങ് ധരിക്കുകയാണ് ഈ സാധനം കാണാതായത് ഇതാ ഡോക്ടർ ഹാരിസ് വാങ്ങി വെച്ചിരിക്കുന്നുവെന്ന്. അദ്ദേഹത്തിൻ്റെ മുറി വേറൊരു താഴിട്ട് പൂട്ടുകയാണ്. ഇങ്ങനെയൊക്കെ ഈ നാടകം കളിക്കുമ്പോൾ ഈ സഹപ്രവർത്തകരെ വിളിച്ചൊന്ന് ഇതെന്താണ് എന്ന് ചോദിക്കാനുള്ള സാമാന്യ ഉത്തരവാദിത്വം അവിടുത്തെ ഈ പ്രിൻസിപ്പാളിനില്ലേ, അവിടുത്തെ ഈ സൂപ്രണ്ടിനില്ലേ? ഇവർ എന്താണ് ഈ നാടിനോട് പറഞ്ഞു വെക്കുന്നത്? ശ്രീ രാജൻ. നമസ്കാരം സാറേ. നമസ്കാരം. ഈ ആരോഗ്യ മേഖലയിലെ ഏറ്റവും പാവപ്പെട്ടവരാണല്ലോ സാറേ ഈ മെഡിക്കൽ കോളേജുകളിൽ ചെല്ലുന്നത്. അതെ. കേരളത്തിലെ പൊതുജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടല്ലേ അതൊക്കെ പ്രവർത്തിക്കുന്നത്. അദ്ദേഹം സത്യസന്ധനായ ഒരു ഡോക്ടറാണ്. അയാള് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് പറഞ്ഞത്. അയാളുടെ സങ്കടം കൊണ്ടായിരിക്കും അത് ബോധിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കാനല്ലേ ഗവൺമെന്റ് നോക്കുന്നത്, അല്ലേ സാറേ? ഇപ്പൊ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനം മേടിച്ച് ഒരു ഉപകരണം പ്രവർത്തിക്കാൻ ആളില്ലെന്നും പറഞ്ഞ് മാറ്റി വെച്ചിരിക്കും. ഇതൊക്കെ പൊതുജനങ്ങൾക്ക് കിട്ടണ്ടേ ഇതിന്റെ സേവനമൊക്കെ? പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. അല്ല, അങ്ങനെ അറിയാതിരിക്കാൻ വഴിയുള്ള ഒരാളല്ല, ഒരു നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളാണ്. പക്ഷേ ഞാനിതിൽ കാണുന്ന ആരോഗ്യമന്ത്രി മാത്രമല്ല, ഇത് അങ്ങ് കേരളത്തിലെ എന്തെങ്കിലും കാര്യം പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ വിമർശിച്ചുകൂടാ എന്ന ഒരു വലിയ നയം അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. നമുക്കറിയാം കേരളത്തിൻ്റെ ആരോഗ്യ മേഖല കുറേ മെച്ചപ്പെട്ടതാണ്, ഞാനതില്ലെന്ന് പറയുന്നില്ല. ഡോക്ടർ ഹാരിസിനെ പോലുള്ളവരുടെ ഒരു സേവനം കൂടി കൊണ്ടാണ് അത് അങ്ങനെ മെച്ചപ്പെട്ട് വരുന്നത്. അത് മനസ്സിലാക്കാതെ അവരെന്തെങ്കിലും പറയുമ്പോൾ അത് പരിഹരിക്കാനുള്ള കൂട്ടായ ശ്രമത്തിന് ആഹ്വാനം നൽകാത്തത് ഒരു വശത്ത്, എന്നിട്ട് പറയുകയാണ് ഇത് കേരളം ലോകോത്തരമായ കേരളത്തെ ഇതാ ചെറുതാക്കി കാണിക്കാൻ ഒരു ഡോക്ടർ ശ്രമിക്കുന്നു. ഈ ലോകോത്തര കേരളത്തെ ചെറുതാക്കി കാണിക്കാനാണോ ഡോക്ടർ ഹാരിസ് ശ്രമിച്ചത്? അതോ ഈ ആരോഗ്യ മേഖലയെ ഏറ്റവും ഉന്നതിയിലേക്ക് നയിക്കാനുള്ള നീക്കമാണോ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്? ആരോഗ്യ മേഖലയെ ഉന്നത പദവിയിലേക്ക് എത്തിക്കാനാണ് ശ്രമിച്ചത്. യെസ്, അതാണ് വ്യക്തമാണ് താങ്കളുടെ. അപ്പം എനിക്കൊരു കാര്യം പറയാനുള്ളത്, മാധ്യമങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തോടൊപ്പം നിൽക്കണം. യെസ്, വ്യക്തമാണ്. അതെ അതെ, യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഗിരീഷ് കൂടി എന്നോടൊപ്പം ചേരുകയാണ് എറണാകുളത്ത് നിന്ന്. ഗിരീഷ്, എറണാകുളത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഗിരീഷ്, പേര് രതീഷ്. രതീഷാണ് അല്ലേ? രതീഷാണോ? അതെ, രതീഷ് പെട്ടമല. ഞാൻ പക്ഷേ എനിക്ക് അടിച്ചു വന്ന് ഗിരീഷ് എന്നാണ്, അതാ ഞാൻ സംശയത്തിൽ ചോദിച്ചു. അപ്പൊ രതീഷ് അതെ, അവിടെ തിരക്ക് കാരണമാണ്. അത് കഴിഞ്ഞിട്ട് അവരെല്ലാം സംസാരിച്ച് കളിയാക്കുന്നുണ്ടായിരുന്നു. അവര് പറഞ്ഞു റബ്ബർ തോട്ടത്തിൽ ഇന്നാ സംസാരിക്കണേന്ന് പറഞ്ഞു എന്നൊക്കെ പറയണത് ഇവിടെ കേൾക്കാം. ആരാ പറഞ്ഞേ? മൊത്തത്തിൽ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വർത്താനം. അപ്പൊ അതൊക്കെ ഇവിടെ കേട്ടു. അപ്പൊ ഞാനും കൊച്ചും എല്ലാവരും ഉണ്ട് ഇവിടെ. അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല, ഞാൻ നോക്കാം രതീഷ്. അതൊന്നുമല്ല, ഇവിടെ ഹാരിസിന്റെ മറ്റേ ആരോഗ്യ വകുപ്പ് എന്ന് പറഞ്ഞാൽ ആരോഗ്യവകുപ്പ് LDF ഭരിക്കുമ്പോൾ എപ്പോഴും വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ശ്രീമതി ടീച്ചർ ഭരിക്കുമ്പോൾ സൂചിയുടെ വിവാദം ഉണ്ടായിട്ടില്ലേ, ഓർക്കുന്നുണ്ടോ? എന്നെക്കാളും സൂചിയുടെ വിവാദം ഉണ്ടായി. ശൈലജ ടീച്ചർ ഭരിക്കുമ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജില് ഈ മരിച്ചുപോയ ഡെഡ് ബോഡികള് മറ്റേ വിൽക്കുന്ന കാര്യങ്ങളില് അത് പട്ടി വലിച്ചു കൊണ്ടുപോകുന്ന ഒരു സംഭവം ഉണ്ടായില്ലേ, അത് പരീക്ഷണങ്ങൾ കഴിഞ്ഞിട്ട് മാറ്റിയിടുമ്പോൾ അത് മംഗളം പത്രത്തില് ഫ്രണ്ട് പേജിലുണ്ടായിരുന്നു അന്നത്തെ വാർത്ത. അല്ല, വിവാദങ്ങൾ ഇപ്പൊ എല്ലാ മേഖലകളിലും ഉണ്ടാകും. നമുക്ക് 100% കുറ്റമറ്റൊരു സംവിധാനം ലോകത്ത് എവിടെയും ഇല്ല. കേരളത്തിൻ്റെത് വളരെ മെച്ചപ്പെട്ടതാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് അത് ആരുടെയെങ്കിലും ഒരു വ്യക്തിപരമായ ഒരു വ്യക്തിയുടെ ഒരു നേട്ടമല്ല. കേരളം കൂട്ടായി എടുക്കുന്ന
കേരളത്തിലെ ഇപ്പോൾ ഈ ഡോക്ടർ ഹാരിസിനെ പോലുള്ളവർ നൽകുന്ന സംഭാവനകൾ കൂടി അതിൻ്റെ ഭാഗമാണ്. താൻ ഇതുപോലെ സർക്കാർ സംവിധാനങ്ങളിൽ പഠിച്ചു വന്ന ഒരാളാണ്. അതുകൊണ്ട് തൻ്റെ സേവനം സർക്കാരിനും സാധാരണക്കാർക്കും കിട്ടണമെന്ന് ദൃഢനിശ്ചയമുള്ള മനുഷ്യരുടെ സംഭാവന കൂടിയാണ് ഈ ആരോഗ്യ മേഖല. ഇത് മനസ്സിലാക്കാതെ എല്ലാവരും എന്നെ വാഴ്ത്തി പാടിക്കൊണ്ടിരിക്കണം എന്ന് കരുതുന്നിടത്താണോ നമുക്ക് തെറ്റിയത് ശ്രീ യതീഷ്? അങ്ങനെയല്ല. ഇവിടെ ഇപ്പൊ മൂന്നാമത് വിവാദം LDF സർക്കാർ ഭരിക്കുമ്പോൾ മൂന്നാമത് വിവാദം ഉണ്ടാകുമ്പോൾ ഒന്ന് ആലോചിക്കണം, ഈ തരം കാര്യങ്ങളൊന്നും ഇവിടെ നടന്നിട്ടില്ല. അത് അവരുടെ ഒരു ചെയ്തികളുടെ ഭാഗം മാത്രമാണ്. ഒരു വിവാദം ഇല്ലാതെ ഒരു കാര്യത്തിലും ബന്ധപ്പെടാതെ മാറി നിൽക്കുന്ന ഒരു ആരോഗ്യമന്ത്രിയാണ്. പുള്ളിക്കാരത്തിക്ക് അറിയില്ല, ആ വകുപ്പ് അറിയില്ല, എന്താണെന്നറിയില്ല. വകുപ്പിലെ ഒരു ആളായിട്ട് നിയമിച്ചു എന്നല്ലാതെ ഒരു കുന്തും അറിയാൻ പാടില്ലാത്തൊരു LDF മന്ത്രിയാണ്. അത് വിദ്യാഭ്യാസ വകുപ്പിലാണെങ്കിൽ ഏത് വകുപ്പിലാണെങ്കിൽ എല്ലാ വകുപ്പിലും അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. ശരി, വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. ബാലകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ എന്നോട് ഇപ്പം ചേരുന്നുണ്ട്. ശ്രീ ബാലകൃഷ്ണൻ വടകര, ഇത് എന്തിൻ്റെ സൂചനയാണ്? ഈ അപദാന ഗാനങ്ങൾ ഇങ്ങനെ കേട്ട് ചെവി കൊണ്ട് കുളിർമയോടുകൂടി ജീവിച്ച ആളുകൾക്ക് ചില അപശ്രുതികൾ കേൾക്കുമ്പോൾ വരുന്ന അസുഖമാണോ ശ്രീ ബാലകൃഷ്ണൻ നമ്മളിവിടെ കാണുന്നത്? മനു സാർ നമസ്കാരം. നമസ്കാരം. സത്യത്തിൽ ഈ നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞതുപോലെ ഇത് കേരളത്തെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി പ്രചരിപ്പിക്കുന്നത്. കേരളം ഇവരെ തറവാട്ട് സ്വത്താണോ? ഈ LDF സർക്കാരിന്റെ ഇവരെന്ത് പറയുമ്പോൾ കേരളത്തിനെ അവഹേളിച്ചു, കേരളത്തിനെ താഴ്ത്തിക്കെട്ടാൻ. ഇത് എന്ത് ഭാഷയാണ് സാർ? ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. കേരളം ഇവരെന്താ ഇങ്ങനെ ശക്തനായി നിൽക്കുന്ന ഒരു ഡോക്ടറെ അപകീർത്തിപ്പെടുത്തിയ വാർത്ത പുറത്തു വരുമ്പോൾ ഇവരാണ് കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്നത് അല്ലേ? ഈ നാട്ടിൽ നമ്പർ 1 കേരളത്തിൽ ഇതാണ് ആരോഗ്യമന്ത്രിയുടെ, സർക്കാരിൻ്റെ, ഇവിടുത്തെ ഭരിക്കുന്നവരുടെ, ഈ മേലധികാരികളുടെ നിറം എന്ന് പുറം ലോകത്തെ അറിയിക്കുകയും ചെയ്ത ഇവരാണ് യഥാർത്ഥത്തിൽ കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്നത്. അല്ല സാർ, ഞാനും പറയുമ്പോൾ ആ ഡോക്ടറെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. പക്ഷെ അദ്ദേഹം പ്രതികരിച്ചത് ഒരുപക്ഷെ അദ്ദേഹത്തിന് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കാം. മറ്റുള്ള ഒരു പാവപ്പെട്ട ഞാൻ അങ്ങനെ വിവേചനമായിട്ട് പറയുന്നതല്ല സാർ, ഒരു എക്സാമ്പിൾ പറയുന്നത്. കാരണം ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്ന ഒരു ഡോക്ടറെ ആളാണ് അത്ര ആർജവത്തോടെ പറയാൻ തൻ്റെ ഇടം വരില്ല. ഒരുപക്ഷെ ഇവർ തിരിച്ചു വിട്ടുവിടാറുന്നില്ല, ഇപ്പം കള്ളനാക്കാൻ ശ്രമിച്ചു. ഒരുപക്ഷെങ്കിലും ഇവർ മറ്റ് പല കുറ്റങ്ങളും ചുമത്തി ഈ ഡ്യൂട്ടിയിൽ തന്നെ ജീവിതം തന്നെ മുരടിപ്പിച്ച് കളയും. അപ്പൊ ഈ ആർജവമുള്ള ഹാരിസിനെ പോലത്തെ ഒരു കുറഞ്ഞ ഭാഗം ഡോക്ടർമാരും ഏത് മേഖലയിലും, കേരളത്തിലെ ഏത് ഔദ്യോഗിക മേഖലയിലും ഖണ്ഡും ധിക്കാരവും. കാരണം ഇവർ യൂണിയന്റെ ആൾക്കാരാണ്. എല്ലാത്തവർ പ്രതികരിച്ചാൽ അതിന് വിലപ്പോവില്ല. ഇനി ഈ ഹാരിസ് ഡോക്ടർ തന്നെ ഒരുപക്ഷെ ഇതൊക്കെ തിരുത്തി പറയേണ്ടി വരും, ഞാനിനി പ്രതികരിക്കുന്നില്ല എന്നൊക്കെ പറയും. നാളെ നമുക്ക് കാണാം. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോടൊപ്പം നിറയെ പേർ യൂട്യൂബിൽ ചേരുന്നുണ്ട്. ഒന്നാമത്തെ ആൾ നമ്മുടെ രഘുനന്ദനാണ്, കൊല്ലത്ത് തിരുമുല്ലവാരത്ത് നിന്ന് വിളിക്കുന്നത്. അപ്പോൾ രഘുനന്ദനൻ പറയുന്നത് ആരോഗ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ച ഉദ്യോഗസ്ഥരെ പറഞ്ഞു വിടണം. രഘുനന്ദനൻ തിരുമുല്ലവാരം പറയുന്നു. ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് അങ്ങനെ തെറ്റിദ്ധരിക്കുന്ന ഒരാളാണ് ഈ ആരോഗ്യമന്ത്രി എന്ന് ഞാൻ ധരിക്കുന്നില്ല. കാരണം ഈ വിഷയത്തിൽ ആദ്യം ഈ ഡോക്ടർക്കൊപ്പം നിന്നയാളാണ് ആരോഗ്യമന്ത്രി. പിന്നെ അവർ അസാധാരണമായ ഒരു രീതിയിൽ മറുകണ്ഠം ചാടിയത് എന്തുകൊണ്ടെന്ന് എല്ലാവരെയും എന്നെയും അത്ഭുതപ്പെടുത്തിയതാണ്. അപ്പോൾ ഇതിന് പുറകിൽ അതിനേക്കാൾ മുകളിൽ നിന്ന് എന്തെങ്കിലും നിർദ്ദേശം വന്നിട്ടുണ്ടോ എന്ന സംശയം സ്വാഭാവികമായി ഉയരുകയാണ് രഘുനന്ദനൻ. ഇത് ഉദ്യോഗസ്ഥരുടെ തലയിൽ മാത്രം കെട്ടിവെച്ച് അങ്ങനെ രക്ഷപ്പെടാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷിജു കിരിയത്ത് എന്നോട് നമസ്കാരം എന്ന് പറയുന്നു. ഓക്കെ, സുനിൽ എന്ന് പറയുന്നു. ഫസിൽ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, ഹലോ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഷെറീഫ് കുഞ്ഞഹമ്മദ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഇതെല്ലാം ഡ്രാമയാണെന്നാണ് പറയുന്നത്. സന്തോഷിനെ സ്വാഗതം ചെയ്യുന്നു. സുനിൽകുമാർ പറയുന്നു സർക്കാരിൻ്റെ ഉദ്ദേശം നടന്നില്ല, മറ്റൊരു നവീൻ ബാബുവിനെ ഉണ്ടാക്കാൻ നോക്കിയതാണ് ഡോക്ടർ ഹാരിസിൻ്റെ മനധൈര്യം. ഇങ്ങനെ ഒക്കെ ഒരു മന്ത്രിയും സർക്കാരും തരം താഴാമോ എന്ന് സുനിൽകുമാർ ചോദിക്കുന്നു. അപ്പോൾ രാജിവെക്കണം മന്ത്രി എന്നാണ് പറയേണ്ടത് എന്നാണ് സുനിൽകുമാറിൻ്റെ നിലപാട്. ഓക്കെ, സർക്കാരിന് മുതലാളിത്ത മനോഭാവമാണെന്ന് ഗ്ലാഡിയേറ്റർ പറയുന്നു. ഞണ്ടും കപ്പയും എന്നോട് പറയുന്ന ഓക്കെ, എനിക്ക് നമസ്കാരമൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ശരി. മിനി ടീച്ചർ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ഹായ് മനു സാർ, ഗുഡ് ഈവനിങ്. വിളിച്ചു പക്ഷേ കിട്ടിയില്ല. എന്താണ് നമ്മുടെ മിനി ടീച്ചർ വിളിച്ചാൽ കിട്ടാത്തതെന്ന് നമുക്കൊന്ന് നോക്കണം. അവിടെ ഞാൻ പറയുന്നത്, ഞാൻ ഈ ടീച്ചർക്ക് ഇതിൻ്റെ അവസാനം എൻ്റെ നമ്പർ ഇട്ട് തരാം. അപ്പോൾ എന്തെങ്കിലും എന്നെ ഇങ്ങോട്ട് വിളിച്ചാൽ ഞാൻ ഈ ടീച്ചറുടെ നമ്പർ കണ്ടാൽ ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിച്ചോളാം. ഓക്കെ. അപ്പോൾ ശ്രീധരൻ പിള്ള പറയുന്നത് ദീപു എവിടെയാണ്, പ്രതികരിക്കുന്നില്ലേ? മണിമല എവിടെയാണ്, ആരെയും കാണാൻ? ഇല്ലല്ല, അവരൊക്കെ വരും. അവർക്കൊരു അങ്ങനെ പോകുന്ന ആളുകളല്ല, അവർക്കൊരു വിശദീകരണം നൽകാനുണ്ട്. അവർ വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ ഇതിന് മറുപടി പറയണമെന്നാണ് പറയുന്നത്. ഓക്കെ, പറയും എന്നാണ് വിചാരിക്കുന്നത്. കിഷോർ കോന്നി പറയുന്നു ഹായ് മനു എന്ന് പറയുന്നു. ഓക്കെ, ഷാജി ഭാസ്കർ പറയുന്നു
മൂലക്കുരുവിനാണോ മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് പോയത്, അത് പറഞ്ഞപ്പോൾ എന്തേ മിണ്ടാത്തത്, കാർത്തികേയനും സുഷമ സ്വരാജും ഒക്കെ പോയി എന്നാണ്. എല്ലാവരും ഈ നമ്പർ 1 സ്ഥലത്തൊക്കെ ഇരിക്കുന്ന ഈ നാട്ടിലെ ആളുകളെ ഒരു നിയമം കൊണ്ടുവരണം. ഈ ഇന്ത്യയിലെ ഈ സർക്കാർ പ്രതിനിധികൾ, ജനപ്രതിനിധികൾ വിദേശത്ത് പോയി ചികിത്സ ചെയ്യരുത്, ഇവിടെ തന്നെ ചെയ്യണമെന്നൊരു നിയമം കൊണ്ടുവന്നാൽ അവരുടെ പകുതി പ്രശ്നം ഇവിടുത്തെ തീരുന്നതെന്നേ ഉള്ളൂ. അവർ ഈ പൊതുഗതാഗത സംവിധാനത്തിൽ യാത്ര ചെയ്താൽ ഇവിടുത്തെ ഗതാഗത സംവിധാനം അവസാനിക്കാനേ ഉള്ളൂ. വിമാനത്താവളങ്ങൾ കാണുന്നില്ലേ എത്ര വൃത്തിയായാണ് അവിടെ ടോയ്ലറ്റുകളും അവിടുത്തെ സംവിധാനങ്ങളും ഉള്ളത്? എന്തുകൊണ്ടാണ് ഒരു KSRTC അല്ലെ സാധാരണ ബസ്സിലോ ബസ് സ്റ്റാൻഡിലോ അതില്ലാത്തത്? അതിവിടെ ഈ ജനപ്രതിനിധികൾ പലരും വരാത്തതുകൊണ്ടാണ്. അവരും ഇത് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ പലപ്പോഴും ഇത് മാറുമെന്നാണ് ഞാനും വിചാരിക്കുന്നത്. അപ്പോൾ ഷാജി ഭാസ്കർ, മുഖ്യമന്ത്രി എന്ത് ചികിത്സയ്ക്ക് പോയതാണെന്ന് എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ രോഗത്തെ പരിഹസിക്കാനോ കളിയാക്കാനോ ഒന്നുമില്ല. പക്ഷേ എല്ലാ രോഗത്തിനും നമ്മൾ ഇവിടെ തന്നെ ചികിത്സിക്കുമ്പോൾ അവർക്ക് ഇവിടുത്തെ പോരായ്മകൾ പലതും മനസ്സിലാവും. ഓക്കെ, ഷിജു കിരിയത്ത് എന്നോട് പറയുന്നു, ഫാദർ ഓഫ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ഡോക്ടർ CO കരുണാകരൻ സീസ് എവറിത്തിങ് ഫ്രം ഹെവൻ, ഹി മസ്റ്റ് ബി ക്രൈയിങ് നൗ വൈൽ സീയിങ് ദിസ് എന്ന് ഷിജു പറയുന്നു. ഓക്കെ, അപ്പോൾ സുരേഷ് അഞ്ജലി എന്നോട് പറയുന്നു, ഡോക്ടർ ഹാരിസിന് ഒരു ചുവന്ന ഹൃദയം അവർ അയച്ചിട്ടുണ്ട്. ഡോക്ടർ ഹാരിസ് എവിടെയെങ്കിലും ഇതിരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ കൈപ്പറ്റണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അബ്ദുൽ കലാം പറയുന്നു, ആരോഗ്യമന്ത്രി രാജിവെച്ച് പഴയ പണിക്ക് പോകണം, അതാണ് അവർക്ക് യോജിച്ചത് എന്ന് പറയുന്നു. കാള വെറ്റു എന്ന് കേട്ടപ്പോൾ കയറെടുത്ത കുറേ ഡോക്ടർമാർക്ക് സ്വന്തം സഹപ്രവർത്തകനെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ എന്ന് സുനിൽ പറയുന്നു. ഓക്കെ, ന്യൂ തിങ്കർ പറയുന്നു, മാധ്യമശ്രദ്ധ മാറിയാൽ ഡോക്ടറെ വീണ്ടും കൊടുക്കും എന്നാണ്, ഡോക്ടറെ പെടുത്തും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അലോണ സുരേഷ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അലോണ ഡോക്ടർ ഹാരിസിന് 3 പിങ്ക് ഹൃദയങ്ങൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ നിരവധി പേർ ഹൃദയങ്ങൾ ഡോക്ടർ ഹാരിസിന് പങ്കുവയ്ക്കുകയാണ്. അദ്ദേഹം ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ഹൃദയങ്ങൾ അദ്ദേഹത്തിന് കൈപ്പറ്റാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്നോടൊപ്പം കണ്ണൻ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. കണ്ണൻ കുറച്ച് ദിവസമായി പൊതുവേദിയിലേക്കൊക്കെ വിളിച്ചിട്ട്. എന്താണ് കണ്ണൻ ഈ സർക്കാരിനെ ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്താണ്? കണ്ണൻ, ഞാൻ വിളിക്കുന്നുണ്ടായിരുന്നു, കിട്ടുന്നില്ല. കുഴപ്പമില്ല, നമുക്ക് കിട്ടുന്ന ദിവസം ധാരാളം ഞാനിപ്പോൾ അതാണ് പല ആളുകളെയും വിളിക്കുമ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ കിട്ടുമ്പോൾ ധാരാളം സംസാരിക്കുക, അവർക്ക് കുറേ അവസരം കൊടുക്കുക എന്നുള്ളതാണ്. സാറേ, ഇപ്പം നമ്മള് പിന്നെ ഈ വിദ്യാഭ്യാസമായാലും ആരോഗ്യ മേഖലയായാലും പിന്നെ നമ്മുടെ ഭരണ കർത്താക്കളായാലും പിന്നെ ഇപ്പൊ നമുക്ക് ഏറ്റവും മുൻപന്തിയിൽ ഇതെന്ന് പറഞ്ഞാൽ ഈ 2 കാര്യങ്ങളാണ്, ആരോഗ്യവും വിദ്യാഭ്യാസവും. ഈ 2 മേഖലകളിലേക്കും രാഷ്ട്രീയപരമായ ഒരു കടന്നുകയറ്റം, അതായത് പോലീസ്, അതായത് മിലിറ്ററി, ഇങ്ങനെ ഈ 4 ഭാഗത്തേക്കും രാഷ്ട്രീയപരമായി കടന്നുകൂടാൻ പാടില്ല എന്നാണ് എനിക്ക് 100%. കാരണം അത് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ വളർന്നു വരുന്ന പൗരന്മാർക്കും ഒക്കെ അത് പലതരത്തിലുള്ള പ്രശ്നങ്ങളാവും. പിന്നെ ഇപ്പം നമുക്കറിയാം, ഇപ്പം ഈ കുറച്ച് കാലങ്ങളായിട്ട് ഈ ആരോഗ്യ മേഖലയും അല്ല എന്നുണ്ടെങ്കിൽ ഈ വിദ്യാഭ്യാസം എല്ലാം കച്ചവടവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഈ മെഡിക്കൽ കോളേജുകളിൽ നമുക്ക് ഓരോ ഉപകരണങ്ങൾ കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് ഈ നമ്മളുടെ ഓരോരുത്തരുടെ പണം മുടക്കിയാണ് ഈ ഓരോ ഉപകരണം അവിടെ കൊണ്ടുവെക്കുന്നത്. 1 മാസം കഴിഞ്ഞോണ്ട് സാർ അത് കേടാക്കുകയാണ്. ഇത് ആരാണ്? ഇപ്പൊ നമ്മളാണോ അല്ലെങ്കിൽ ഈ ഭരിക്കുന്ന സർക്കാരുകളാണോ? ആര് ഭരിച്ചാലും ആരാണത്? മാത്രമല്ല, ഇതിൽ വേറൊരു കാര്യം താങ്കൾ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ അതും കൂടി നമ്മൾ പറയണം. ഈ സംഗതി വാങ്ങി വെച്ചിട്ട് ഇത് ഉപയോഗിക്കാൻ അറിയാതെ ആളില്ലാതെ വിഷമിക്കുന്ന ഡോക്ടർമാർ, അപ്പൊ ഇതിന് അവരെ പരിശീലിപ്പിക്കേണ്ട ഒരു സാഹചര്യം അത് 100% ശരിയാണ്. അപ്പൊ പിന്നെ പ്രവർത്തകരും ഇങ്ങനെയുള്ള ഇതിലേക്ക് ഇറങ്ങി എവിടെയാണ് ഇതിന്റെ പോരായ്മ എന്നുള്ളത് ജനങ്ങളുടെ മുന്നിലേക്ക് നമ്മളുടെ കണ്ടെത്തി അവരെ അയച്ചു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു താങ്കൾ ടെലിഫോണിൽ എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ദിവസം വിശദമായി സംസാരിക്കാം. ടെലിഫോൺ ലൈൻ ബ്രേക്ക് ചെയ്ത് കേൾക്കും. ഓക്കെ, സൈനുദാസൻ കോഴിക്കോട് നിന്ന് ചേരുന്നു. സൈനുദാസൻ എനിക്ക് സൈനുദാസന് ടെലിഫോണിന് എന്തോ പറ്റി. ഓക്കെ, ശിവദാസൻ ഉണ്ട് ബാലരാമപുരത്ത്. ശ്രീ ശിവദാസൻ, നമസ്കാരം. ശ്രീ ശിവദാസൻ, അങ്ങ് ബാലരാമപുരംകാരനാണ്. തിരുവനന്തപുരത്ത് അങ്ങയുടെ ജില്ലയിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഡോക്ടറാണ് ഈ വിലപിക്കുന്നത്. എന്തുകൊണ്ട് സംഭവിക്കുന്നു? സാർ, ഞാൻ അദ്ദേഹത്തിനെ പോയി അദ്ദേഹം നേരിട്ട് കാണാൻ ആഗ്രഹിച്ച് ഞാൻ കണ്ട ഒരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം പറയും പോലെ ഒരു ഡോക്ടർ ആകുമ്പോൾ പാവപ്പെട്ടവനോ പണക്കാരനല്ല എന്റെ അടുത്ത് വരുന്നത്. പക്ഷേ ഒരുപാട് രോഗികൾ വന്ന് അവരെ ഓപ്പറേഷൻ കാര്യങ്ങളും മറ്റു ചികിത്സ കാര്യങ്ങളും
നടക്കാതെ വരുമ്പോൾ ഞാൻ മാറ്റി മാറ്റി വിട്ടപ്പോൾ ദേഷ്യം എന്നോട് ദേഷ്യപ്പെടുമായിരുന്നു, എന്നെ ചീത്ത വിളിക്കുമായിരുന്നു, എന്നോട് ദേഷ്യം പല പല ഭാഷണം പറയുമായിരുന്നു. സഹികെട്ടാണ് അവസാനം ഞാനിത് പുറകിലോ പത്രത്തെ അറിയിച്ചത്. പക്ഷെ ഞാൻ സാർ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഈ വീണ ജോർജ് എന്ന ആരോഗ്യമന്ത്രി വിദ്യാഭ്യാസമുള്ള മാഡം തന്നെയാണ്, അവർ മനസ്സാക്ഷിയുള്ള ആൾ തന്നെയാണ്. പക്ഷെ അവർ അന്ന് ആദ്യം തീരുമാനം മറിച്ചത് കുറച്ച് രാഷ്ട്രീയ പ്രവർത്തകരും അവിടുത്തെ കുറെ ഈ ആരോഗ്യ മേഖലയിൽ ഒരു വിഭാഗം നിശ്ചയിക്കേണ്ട ആൾക്കാരുണ്ട്, അവരെ ക്ലാസ് അനുസരിച്ചാണ് ആരോഗ്യമന്ത്രി പ്രവർത്തിക്കുന്നത്. അത് ബഹുമാനായി നമ്മളെ മുഖ്യമന്ത്രി ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ അകത്തുള്ള മന്ത്രിമാർ ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ ശ്രദ്ധിച്ചില്ല. എന്ത് ഉദ്ദേശത്തിൽ കൂടിയാണ് ഈ മറ്റൊരു പ്രേക്ഷകർ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, അരുന്ധതി കോലാമ്പറമ്പത്ത് എന്നോടൊപ്പം ചേരുന്നു. നമസ്കാരം. മനു എന്ന് പറയുന്നു, അവര് 4 ചുവന്ന ഹൃദയങ്ങൾ ഡോക്ടർ ഹാരിസിന് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ ഹാരിസ്, അങ്ങക്ക് ഈ കേരളം ഇഷ്ടംപോലെ ചുവന്ന ഹൃദയങ്ങൾ അയക്കുകയാണ്. അങ്ങ് ഈ ഫേസ്ബുക്കിൽ വിലപിച്ചല്ലോ, ഞാൻ ഒറ്റയ്ക്കാണെന്ന്. അങ്ങ് ഒറ്റയ്ക്കല്ല, കേരളം അങ്ങയ്ക്കൊപ്പമുണ്ട് എന്ന് കൂടിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഡോക്ടർ ഹാരിസിന് തൻ്റെ ഹൃദയം അയച്ച് 5 ഹൃദയങ്ങൾ അയച്ച് കൊടുത്തിരിക്കുകയാണ് ഷിജു. അപ്പോൾ എനിക്ക് ഒരു 5-6 ഹൃദയത്തിൻ്റെ ചിഹ്നം അയച്ചു തന്നിട്ടുണ്ട്. ഡോക്ടർ ഹാരിസിന് യഥാർത്ഥ ഹൃദയത്തിൻ്റെ ചിത്രങ്ങളാണ് അയച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ ഹാരിസ് അങ്ങ് ഒറ്റയ്ക്കല്ല, എൻ്റെ മാത്രം വായിക്കാത്തത് കൊണ്ട് ഞാൻ ചാനൽ ബ്ലോക്ക് ചെയ്യുന്നതെന്ന് സമുന്യ പറഞ്ഞു. സമുന്യയുടെ ഞാൻ എപ്പോഴും വായിക്കുന്നുണ്ടല്ലോ, എന്തിനാണ് ബ്ലോക്ക് ചെയ്യുന്നത് സമുന്യ? നമ്മളൊക്കെ ഒരു സമന്വയം വേണ്ടേ ആശയപരമായിട്ട്? അപ്പോൾ അതിൽ സംസാരിച്ചുകൊണ്ടിരുന്നാലല്ലേ നമുക്കത് സാധ്യമാകും. അപ്പോൾ എൻ്റെ മാത്രം വായിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാനിതിൽ കണ്ടവരുടെ എല്ലാം വായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സമന്വയ നേരത്തെയൊക്കെ നിറയെ കമൻസൊക്കെ ഇടുന്നതായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ കാണുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ബ്ലോക്ക് ചെയ്ത് പോരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യം പ്രധാനമന്ത്രി മുതൽ അങ്ങോട്ട് പൊതുഗതാഗതവും പൊതു ആരോഗ്യ മേഖലയും ഉപയോഗിക്കട്ടെ എന്ന് ഷാജി ഭാസ്കർ പറയുന്നു. ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ അതിലെല്ലാവരും ഉൾപ്പെടും, അല്ലാതെ ഒരു ഇടത് മന്ത്രിമാർ മാത്രമല്ല. ഞാൻ ജനപ്രതിനിധി എന്ന് ഉദ്ദേശിച്ചത് എല്ലാ മനുഷ്യരും ഇന്ത്യയിലെ ഇവിടുത്തെ നമ്മുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇത് പഠിക്കട്ടെ, അപ്പോഴേ അവർക്ക് അതിൻ്റെ പോരായ്മകൾ മനസ്സിലാവുള്ളൂ. അല്ലാതെ എന്തെങ്കിലും ചികിത്സാ സൗകര്യങ്ങൾ പ്രശ്നങ്ങൾ വരുമ്പോൾ നേരെ അമേരിക്കയിലേക്കും ലണ്ടനിലേക്കും ഒക്കെ വെച്ച് പിടിക്കുന്ന ആളുകളുടെ മുന്നിൽ നമ്മൾ നിസ്സഹായരായി നിൽക്കലേ പറ്റൂ. അപ്പോൾ ഇവിടുത്തെ പൊതുഗതാഗത സംവിധാനവും പൊതു ആരോഗ്യ സംവിധാനവും പൊതുവിദ്യാഭ്യാസ സംവിധാനവും ഒക്കെ മെച്ചപ്പെടണമെങ്കിൽ അതിൽ ഈ ആളുകളുടെയൊക്കെ മക്കൾ പഠിക്കണം. അപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഇൻ്റർവ്യൂ കേട്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് അവരുടെ കുട്ടികൾക്കൊക്കെ സെൻട്രൽ സ്കൂളിൽ അല്ലെങ്കിൽ കേന്ദ്രീയ വിദ്യാലയയിലൊക്കെ റിസർവേഷനുണ്ട്. അങ്ങനെ അവരുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒന്നല്ല റിസർവേഷൻ, അത് ഇവിടെ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് കൊടുക്കേണ്ടതാണ്. അപ്പോൾ MP-മാർക്ക് റിസർവേഷൻ, അവരുടെ കുട്ടികൾ സാധാരണ സ്കൂളിൽ പഠിക്കുമ്പോഴല്ലേ അവരതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ അവർക്ക് കുട്ടികൾക്ക് അർഹതയുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ, അവർ അതിന് പല പരിമിതികൾ വെച്ചിട്ടാണല്ലോ കിട്ടുന്നത്. അതിന് പകരം ഈ റിസർവേഷൻ കൊടുക്കുന്നതൊക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഷിജു കിരിയത്ത് പറയുന്നത് ഷൈല ടീച്ചറെയാണ് ഇപ്പോൾ ഓർക്കുന്നത്. ശരിയാണ് കേട്ടോ, ഞാനിപ്പോൾ ഷൈല ടീച്ചറെ ഓർത്തു പോവുകയാണ്. പലപ്പോഴും അവരുടെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനായി പോകുമ്പോഴൊക്കെ രാത്രി 1 മണി വരെയൊക്കെ ഷൈല ടീച്ചർ യോഗങ്ങൾ ചേരുകയും ഈ വിഷയങ്ങൾ പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവരെയൊക്കെ ഓർമ്മ വരികയാണെന്ന് ഷിജു പറയുന്നതിൽ ഞാനും അത് അംഗീകരിക്കുന്നു. പ്രസന്നൻ കേസ് പറയുന്നത്, സാർ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോരുത്തർക്കും പറ്റുന്ന രീതിയല്ലേ ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നു. കരുണാകരനും അരുൺ ജെയ്റ്റ്ലിയും ആൻ്റണിയും സ്പീക്കറുമൊക്കെ ചികിത്സയ്ക്ക് എന്തിനാണ് പോയതെന്നാണ് ചോദിക്കുന്നത്. മൂലക്കുരുവിനാണോ എന്നാണ് ചോദിക്കുന്നത്. അവരെന്തിന് ചികിത്സയ്ക്ക് പോയതാണെന്ന് എനിക്കറിയില്ല. എന്തിന് ചികിത്സയ്ക്ക് പോയതാണെങ്കിൽ അവർക്ക് നല്ല സൗകര്യം ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ചികിത്സിക്കുന്നതാണ് നല്ലത്. ഞണ്ട് നടക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞണ്ട് നടക്കുന്നത് പോലെ ഒരു രീതിയിൽ അതിന് പോലെ നടക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ എന്ന്. ഓക്കെ, അപ്പോൾ കൃഷ്ണൻകുട്ടി മണിമല എവിടെയെന്ന് ആളുകൾ ചോദിക്കുകയായിരുന്നു. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല വന്നിരിക്കുകയാണ്. അദ്ദേഹം വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ആളുകൾ, കാരണം ഞാനിതൊക്കെ വിമർശനം ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ ശ്രീ കൃഷ്ണൻകുട്ടി മണിമല വരും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ സാധാരണ വിളിക്കുക, ഇത് പരിപാടി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആദ്യം വിളിക്കില്ല. പലപ്പോഴും ഞാൻ വിചാരിക്കും ഞാൻ വിളിച്ച് വെറുതെ ശല്യപ്പെടുത്തണ്ടേ എന്ന് ഞാൻ വിളിക്കുന്നതല്ലേ എന്ന് ഓർക്കും. അപ്പൊ ഞാൻ ട്രൈ ചെയ്യാറില്ല. പിന്നെ വിഷയങ്ങൾ കാണുമ്പോൾ ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എല്ലാവരും പ്രതികരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചങ്ങനെ ഇരിക്കും. പിന്നെ പലപ്പോഴും വിളിച്ചാൽ കിട്ടത്തുമില്ല, അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലോ. അല്ലാതെ വിളിക്കാതെ പിന്നെ ഞാൻ സ്ഥലത്തുണ്ടെങ്കിൽ ഞാൻ ഇത് പരിപാടിയിൽ ആ സമയത്ത് ഞാൻ ഫ്രീ ആണെങ്കിൽ വിളിക്കും. ചില സമയത്ത് വിളിക്കുന്നില്ല എന്ന് മനഃപൂർവ്വം തീരുമാനിക്കുകയും ചെയ്യുമോ, ഇന്നെല്ലാവരും സംസാരിക്കട്ടെ എന്ന് ഞാൻ വിളിച്ച് ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിക്കും. അതുകൊണ്ടൊക്കെ ഞാൻ വിളിക്കാത്ത. അല്ലാതെ ഈ അവര് പറഞ്ഞ പോലെ കൃഷ്ണൻകുട്ടിയെ കാണുന്നില്ല, മണിമലയെ കാണുന്നില്ല എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല.
ഞങ്ങളെപ്പോലുള്ള ആൾക്കാരൊന്നും ഇതൊന്നും കേട്ടാല് പുറകോട്ട് മാറുന്ന ആൾക്കാരൊന്നും അല്ല. അതായത് വെടിക്കെട്ടുകാരനെ ഉടുക്കുകൂട്ടി പേടിപ്പിക്കുന്നു പറയില്ലേ, അതുപോലെ ഇതൊക്കെ നമ്മൾ എത്ര കണ്ട, എന്തുമാത്രം വിമർശനങ്ങൾ ഞങ്ങൾ എത്രയോ കണ്ടേക്കുന്നു. ഇനി എന്തുമാത്രം വിമർശനങ്ങൾ വരാനിരിക്കുന്നു. വിമർശനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അത് നല്ല കാര്യങ്ങളാണെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം ഈ പാർട്ടി സമ്മേളനങ്ങളൊക്കെ കമ്മിറ്റികളിലൊക്കെ ആദ്യത്തെ പരിപാടി എന്ന് വെച്ചാൽ സ്വയം വിമർശനം, പിന്നെ വിമർശനം, അങ്ങനെയാണ് ആത്മവിമർശനവും ഒക്കെ ഉണ്ട്. ശരി, ഞാൻ സമ്മതിച്ചു. ഓക്കെ. അതുകൊണ്ട് വിമർശനത്തിനെ ഒന്നും നമ്മളാരും അത് കേട്ടിട്ടൊന്നും പുറകോട്ട് പോകത്തില്ല എന്ന് ആ പറഞ്ഞ ആളിനോട് ഞാൻ പ്രത്യേകമായിട്ടൊന്ന് പറയുന്നു. പിന്നെ ഈ വിഷയത്തില് എനിക്ക് നിങ്ങൾ ഈ ചാനൽ ആദ്യത്തെ എന്റെ വിളി തന്നെ നമ്മൾ ഉടക്കിയായിരുന്നു. ഓർക്കുന്നുണ്ടോ? അന്ന് PVR ആയിരുന്നു അന്നത്തെ വിഷയം. അങ്ങനെ ഞാൻ വിളിച്ച് നിങ്ങളെയൊക്കെ കുറെ അധികം വിമർശിച്ചിരുന്നു. അങ്ങനെയാണ് എന്റെ ആദ്യത്തെ വിളി. അപ്പൊ അതിനുശേഷം നമ്മളിങ്ങനെ പല പ്രാവശ്യം വിളിച്ച് നമുക്കൊരു നയം വന്നു. ഇപ്പോ നമ്മൾ വിളിക്കുമ്പോ എങ്ങനെയൊക്കെ സംസാരിക്കുന്നുള്ള കാര്യത്തില്. അതുകൊണ്ട് ഈ കാര്യത്തിൽ നമുക്കൊരു നയമുണ്ട്. നയം എന്തെന്ന് വെച്ചാല്, ഈ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് മാത്രമല്ല, കേരളത്തിലെ സർക്കാർ ഇടപെടുന്ന എല്ലാ മേഖലകളിലും വളരെയധികം പുരോഗതിയും മാറ്റങ്ങളും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ആരോഗ്യ മേഖല മാത്രമല്ല, എല്ലാ മേഖലയും. അതിനകത്ത് എനിക്ക് നിങ്ങളോടുള്ള പറയാനുള്ളത്, നിങ്ങളൊന്നും നല്ല കാര്യങ്ങളൊന്നും പ്രൊജക്ട് ചെയ്യാറേ ഇല്ല. നിങ്ങളത് തമസ്കരിക്കും. 2 ദിവസം മുമ്പാണ് നമ്മുടെ തീരദേശ മേഖലയിലെ മത്സ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി, വീടില്ലാത്തവർക്ക് വേണ്ടി 100-300 ഫ്ളാറ്റുകൾ കൊടുത്തത്. നിങ്ങൾ ആരെങ്കിലും ഹൈലൈറ്റ് ചെയ്ത് ഞാൻ കണ്ടില്ല. കൃഷ്ണൻകുട്ടി എന്താ സ്നേഹ ഇതല്ലേ, അത് എത്ര തവണ, അത് പലരും അത് വലിയ പരിപാടി പോലെ ആക്കി. അവിടെ 2 മുറിയും എത്ര ചാനലുകൾ. അത് ഞാൻ ഞങ്ങൾ പറഞ്ഞ എല്ലാവരും. കാരണം എന്താണെന്ന് വെച്ചാൽ അത് പലരുടെയും ഒരു വലിയ സ്വപ്നമായിരുന്നു എന്നുള്ളതും, അവർ ആ വീടിൻ്റെ 2 മുറിയും അതിൻ്റെ എല്ലാം ആക്കി. ഞങ്ങൾ അതിലൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ കിഫ്ബി എന്ത് ചെയ്തു എന്ന് മാധ്യമപ്രവർത്തകർ ടെലിവിഷനിലൂടെ പറഞ്ഞത്. അത് ഞങ്ങൾ അരമണിക്കൂർ വെച്ച് പലരും കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഈ ഡോക്ടറെ കൊടുക്കാൻ നോക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളെ വീടിൻ്റെ കാര്യം പറയണ്ട. ഡോക്ടറെ കൊടുക്കാൻ നോക്കുന്നത് വീട് തന്നു എന്നുള്ളത് ഡോക്ടറെ കൊടുക്കാൻ സമ്മതിക്കും. ഞാൻ എന്റെ ഇൻട്രൊഡക്ഷനിലേ ആയിട്ടുള്ളൂ. ഞാൻ പറയട്ടെ, പത്രങ്ങളിൽ നോക്കിയപ്പോൾ അതൊന്നും കണ്ടില്ലെന്നാണ് പറഞ്ഞത്. ഞാൻ അങ്ങനെ അയച്ചു തരാം, ലിങ്ക് ഒക്കെ ഞാൻ അയച്ചു തരാം. ടെലിവിഷനുകളിലൊക്കെ പത്രങ്ങളിലെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാൻ വരുന്നത് കേരളത്തിലെ പത്രമുത്തശ്ശിയൊക്കെ ഉണ്ടല്ലോ, അതുപോലുള്ള പത്രങ്ങളുടെ കാര്യമാണ് പറയണേ, അല്ല ചോട്ടാ പത്രങ്ങളുടെ കാര്യമല്ല. ഇനി ഈ വിഷയത്തിലേക്ക് വന്നാൽ, ഈ ഡോക്ടർ ഹാരിസിന്റെ വിഷയം, ഞാനാണ് ആരോഗ്യമന്ത്രി ഇരുന്നെങ്കിൽ ഞാൻ ആ സംഭവം നടന്നതിന്റെ പിറ്റേ ദിവസം ആ പുള്ളിയെ സസ്പെൻഡ് ചെയ്യുമായിരുന്നു. അത് ചെയ്യാത്താണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ പഴയ പാട്ടില്ലേ, പൊന്നും കട്ടയാണെന്നാലും നെഞ്ചിൽ കൊണ്ടാൽ മറിഞ്ഞു വീഴും, ഇനിയും സമയമുണ്ട്. ഞാൻ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് പോകുന്നതിന് ഞാനിതാ സസ്പെൻഡ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞ് ഇനി ചെയ്യാം. ഇതും അല്ലല്ല ചെയ്യേണ്ട, സസ്പെൻഷൻ ഒക്കെ ഓൺ ദ സ്പോട്ട് ചെയ്യുന്ന കാര്യമാണ്. പിന്നെ കുറെ 2 വർഷം കഴിഞ്ഞ് ചെയ്യുന്ന കാര്യമല്ല. കാര്യം എന്തെന്ന് വെച്ചാല്, ഈ ഡോക്ടർക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. ഡോക്ടറുടെ പ്രധാന ഉത്തരവാദിത്വം എന്തെന്ന് വെച്ചാല്, പുള്ളിക്ക് ഒരു സർവീസ് റൂൾ കൊടുത്തിട്ടുണ്ട്, ഒരു ബുക്ക് കൊടുത്തിട്ടുണ്ട്. പുള്ളിക്ക് എന്തൊക്കെയാകാൻ പാടില്ല. അത് സർക്കാർ ജോലിയിൽ പെടുന്ന എല്ലാവർക്കും അതിനൊക്കെയുള്ള മെമ്മോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്റെ കൃഷ്ണൻകുട്ടി മണിമല ഞാൻ വായിക്കാം. 1960 സർവീസ് ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടം 56, 60A, 62 എന്നീ വിവിധ വിഭാഗങ്ങൾ കാണിച്ച് ഗുരുതര ലംഘനം എന്ന കാരണം കാണിക്കൽ നോട്ടീസ് അതിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥരെ നിങ്ങൾക്ക് അങ്ങനെ പിരിച്ചുവിടാൻ അല്ലെങ്കിൽ കഴിയില്ലല്ലോ. ഈ നോട്ടീസൊക്കെ കൊടുത്തിട്ടുണ്ടെന്നേ, നിങ്ങൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു നോക്കിയിട്ടുണ്ട്, പരാജയപ്പെട്ടു പോയതേ ഉള്ളൂ. ചീഫ് സെക്രട്ടറി മുതൽ താഴോട്ട് എല്ലാവർക്കും ഇത് ബാധകമാണ്. അതൊക്കെയാ ശരിയാ, നിങ്ങൾ അതിനുള്ള ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. അല്ല, അത് അവർക്ക് എന്തെങ്കിലും വിമർശിക്കണമെന്നുണ്ടെങ്കിൽ വിമർശിക്കുന്നതിന് യാതൊരു വിഷമവും ഇല്ല. ആദ്യം അവർ ചെയ്യേണ്ടത് ജോലി റിസൈൻ ചെയ്യുക, പുറത്തു വന്ന് വിമർശിക്കുക, അതാണ് അവർ ചെയ്യേണ്ടത്. ഇത് ഇത്രയ്ക്ക് വിമർശിക്കാനും ഈ കേരളത്തെ എടുത്ത് മറിച്ചിടാനും മാത്രം ഒരു സംഭവം ഒന്നും അവിടെ നടന്നിട്ടില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. അങ്ങനെയല്ല, അവിടെ എന്താണ് ആദ്യം ചില പ്രോബുകളുടെ കുറവുണ്ടായിരുന്നു എന്നാണല്ലോ വന്നത്, അല്ലേ? ചില പ്രോബുകളുടെ കുറവ്, അതായത് ചെറിയ ചില ഉപകരണങ്ങളുടെ കുറവുണ്ട് എന്ന് പറഞ്ഞു വന്നു. നിങ്ങൾ അതിന് കാരണം കാണിക്കൽ നോട്ടീസൊക്കെ കൊടുത്തു. കാരണം കാണിക്കൽ നോട്ടീസൊക്കെ നിങ്ങൾ കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്തു?
ഒരു കുറ്റപത്രം, കാരണം കാണിക്കൽ നോട്ടീസ് അല്ല നിങ്ങൾ കൊടുത്ത്. സാധാരണഗതിയിൽ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് ഉണ്ട്. എങ്ങനെയാണെന്നറിയാം, നിങ്ങൾ ഇങ്ങനെ സർക്കാരിൻ്റെ പെരുമാറ്റച്ചട്ടം ലംഘിച്ചു. ഇതങ്ങനെയല്ല, വലിയൊരു കുറ്റപത്രമാണ് അദ്ദേഹത്തിന് കൊടുത്തത്. ആ കുറ്റപത്രത്തിൽ എന്താ പറഞ്ഞത്? നിങ്ങൾ അവിടെ യൂണിറ്റ് 1, 2, 3 ശസ്ത്രക്രിയ ഇങ്ങനെ വളരെ ശക്തമായി നടക്കുകയാണ്, നിങ്ങൾക്ക് അങ്ങനെ ഇല്ല എന്ന് പറയുന്നത് കള്ളമാണെന്ന് പറയുന്നു. 20 ലക്ഷം രൂപയുടെ ഒരു ഉപകരണം കാണാനില്ല എന്ന് പറഞ്ഞു കൊണ്ടുവരുന്നു. എന്നിട്ട് ഇപ്പോൾ 20 ലക്ഷം രൂപയുടെ ഉപകരണം കിട്ടിയോ? എന്നിട്ട് എന്താ സംഭവിച്ചത്? 20 ലക്ഷം രൂപയുടെ ഉപകരണം കാണാനില്ല എന്ന് പറഞ്ഞു പോയ നിങ്ങൾ ഒടുവിൽ കണ്ടെത്തുന്നത് എന്താണെന്നറിയാമോ? 2.25 ലക്ഷം രൂപയുടെ മോസിലോസ്കോപ്പ് കാണാനില്ല എന്ന് പറഞ്ഞ് എത്തി. ഇപ്പൊ മോസിലോസ്കോപ്പ് നിങ്ങൾക്ക് കിട്ടിയില്ലേ? നിങ്ങൾ അവിടെ എന്നിട്ട് അപ്പം എന്താ പറഞ്ഞത്? അവിടെ ചില മോസിലോസ്കോപ്പ് എന്ന് എഴുതിയ ഒരു പെട്ടി ഉണ്ടായിരുന്നു. അത് സത്യത്തിൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ. നെഫ്രോസ്കോപ്പുകൾ നേരെയാക്കാൻ കൊടുത്ത് തിരിച്ചു വന്ന അയച്ച പെട്ടി എടുത്തിട്ട് ആ ചെല്ലനിൽ വന്ന തെറ്റ് ചൂണ്ടിക്കാണിച്ച് ഇദ്ദേഹത്തെ കൊടുക്കാൻ നോക്കി. എന്നിട്ട് ഒരു വാർത്താ സമ്മേളനം നിങ്ങൾ 2 പ്രമുഖരെ കൊണ്ട് വിളിപ്പിച്ചു. ആരൊക്കെയാ? ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പളും അതുപോലെ തന്നെ അവിടുത്തെ സൂപ്രണ്ടും. ഈ 2 പേർ ഇവിടെ ഇരിക്കുമ്പോൾ DNE പറയുകയാണ്, ഞാനാണ് നിർദ്ദേശം കൊടുക്കുന്നത്, അത് പറയണ്ട, ഇത് പറയണ്ട. ഇങ്ങനെയൊക്കെ ഈ കോമഡി കാണിച്ച് അവസാനം നിങ്ങൾ എവിടെ എത്തി? നിങ്ങളിങ്ങനെ സസ്പെൻഡ് ചെയ്യാനും പിരിച്ചുവിടാനും ഒക്കെ നിങ്ങൾക്ക് ഇപ്പം അധികാരം ഉണ്ടാവും. പക്ഷെ അത് എല്ലാ കാലത്തും ഉണ്ടെന്ന് കരുതരുത് കേട്ടോ. ഇത് കേൾക്കൂ, ഈ കേരള സർക്കാരിനെ മാത്രമല്ല ഇന്ത്യ സർക്കാരിന്റെ കീഴിലും ജോലി ചെയ്യുന്ന എല്ലാവർക്കും ചില കാര്യങ്ങളിലൊക്കെ കുറ്റപത്രം കിട്ടലും മെമ്മോ കൊടുക്കലും സസ്പെൻഷൻ ഓർഡറും ഇതെല്ലാം സംഭവിക്കാറുണ്ട്. ഇതൊന്നും പുതിയ കാര്യമല്ല. ഞാൻ ജോലി ചെയ്ത ഓഫീസിൽ, എന്റെ ഓഫീസിൽ ഒരു ദിവസം ഇത് 4 ഓഫീസർമാർ കയറി വന്നിട്ട് പറഞ്ഞു, വി ആർ ഫ്രം CBI. എന്റെ കാര്യം ഞാൻ പറയണേ, ഞങ്ങൾ CBI എന്നാണെന്ന് പറഞ്ഞു ഓഫീസർമാർ കയറി വന്നു ഞാൻ ജോലി ചെയ്യുന്ന ഓഫീസില്. കാരണം അതുപോലെ പ്രധാനപ്പെട്ട ഒരു ഓഫീസിലാണ് ഞാൻ ജോലി ചെയ്തത്. അവരെന്നെ ആ ദിവസം മുഴുവൻ എന്റെ ഓഫീസിൽ തന്നെ ഇരുത്തി ഗ്രില്ല് ചെയ്തു, ചോദ്യം ചെയ്തു, എന്റെ ഫയൽ എടുത്തോണ്ട് പോയി. എന്നിട്ട് 6 മാസം കഴിഞ്ഞ് അവരെന്നെ പിന്നെ വിളിച്ചു, ഈ ഫയലെല്ലാം തിരിച്ചു കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ കുലുങ്ങിയില്ല, എന്റെ പേരൊന്നും ഒരു പത്രത്തിലും വന്നതുമില്ല. അതെന്താ? അങ്ങ് സർക്കാരിനെ വിമർശിച്ചിട്ടാണ് വന്നിരുന്നെങ്കിൽ വരും. അല്ലല്ല, ഞാൻ CBI പലരെ അന്വേഷിക്കുന്നുണ്ട്, ചിലർ നിരപരാധികളായിരിക്കും, അതൊക്കെ വേറെ കാര്യം. ഇത്രയും നാളെ നിങ്ങൾക്ക് ഒരാള് ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഈ കുറ്റപത്രവും കൊണ്ട് നടക്കുകയും അദ്ദേഹത്തെ ഒരു കള്ളനാക്കാൻ കൊണ്ടുവന്ന് ആരോഗ്യമന്ത്രി വന്ന് പറഞ്ഞല്ലോ, ആദ്യം ഈ ഡോക്ടർ പറഞ്ഞതെല്ലാം ശരിയാണെന്ന്. പിന്നെ നിങ്ങളുടെ മുഖ്യമന്ത്രി അങ്ങ് പ്രഖ്യാപിക്കുകയാണ് ഇത് ശരിയായില്ല. ഉടനെ എല്ലാ മന്ത്രിമാരും കളം മാറി. കാരണം മുഖ്യമന്ത്രി പറഞ്ഞാൽ പിന്നെ ആർക്കും ഏറ്റെടുക്കാൻ പറ്റില്ല. പിന്നെ എന്താ ഇത് ചടുല നീക്കം ഇദ്ദേഹത്തെ കൊടുക്കാൻ? DNE അവിടെ ഇരുന്ന് DME പറയുകയാണ്, ഇത് അങ്ങനെ പറഞ്ഞാൽ മതി, ഇത്രയും കാര്യങ്ങൾ റിപ്പോർട്ടിലെ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഈ കാര്യത്തിൽ ഈ പറഞ്ഞ ഡോക്ടർ തന്നെ പല പ്രാവശ്യം ഒരേ കാര്യത്തിൽ പല കാര്യങ്ങൾ വിശദീകരിച്ചു, പല രീതിയിൽ. അത് നിങ്ങളൊന്നും കണ്ടില്ല? എല്ലാം കണ്ടു, ഞങ്ങളെല്ലാം അതെല്ലാം കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഒരു വിശദീകരണത്തിൽ ഒരു കുഴപ്പവും ഉണ്ടായില്ല, ഒരു കുഴപ്പം ഞങ്ങൾക്ക് ആർക്കും തോന്നിയില്ല. ആ ഡോക്ടർ നല്ലൊരു ഡോക്ടറാണെന്ന് ഒഴിച്ചാല് ആ പുള്ളി നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ അല്ല. അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഒരു നല്ല ഡോക്ടറാവാം, പക്ഷേ പുള്ളി നല്ല അഡ്മിനിസ്ട്രേറ്റർ അല്ല. പുള്ളിയുടെ ജോലി അതുകൊണ്ടാണ് നിങ്ങൾ അദ്ദേഹത്തെ ഒരു കള്ളൻ ആക്കാൻ നല്ല ശ്രമം നടത്തി പരാജയപ്പെട്ടു. അദ്ദേഹം നല്ല അഡ്മിനിസ്ട്രേറ്റർ ആയതുകൊണ്ടാണ് അദ്ദേഹം കള്ളനാണെന്ന് നിങ്ങൾ ചാപ്പ കുത്താൻ ശ്രമിച്ചപ്പോൾ അല്ല എന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. ഈ പറഞ്ഞ ഡോക്ടർക്ക് ഈ പുള്ളി ആരോപിച്ച പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പുള്ളി നേരെ ചെയ്യേണ്ടിയിരുന്നത്, പുള്ളി നേരെ പോയി അതിന്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിനെയും അവിടെ കാര്യം നടക്കുന്നില്ലെങ്കിൽ പലതവണ അതൊക്കെ അതിലെഴുതി നിങ്ങൾ ആ പോസ്റ്റൊക്കെ കണ്ടതല്ലേ, മന്ത്രിയും കണ്ട് കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് പകരം സർക്കാരിനെ പൊതുജന മധ്യത്തിൽ അവഹേളിച്ചതിന് ആ ഡോക്ടറെ സസ്പെൻഡ് ചെയ്യേണ്ടതായിരുന്നു തന്നെയാണ് എന്റെ അഭിപ്രായം. അത് ചെയ്യാൻ അവകാശമില്ലേ ഡോക്ടർക്ക്? ഇതൊക്കെ ഈ നാട്ടിൽ നമ്മൾ ഈ 5 വർഷത്തിലൊരിക്കൽ വരുന്ന ജനവിധിയെ മാത്രം ഭയക്കാം, അതിനും മുകളിലും ചില കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെയല്ല. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പാലിക്കപ്പെടേണ്ട അവരുടെ സർവീസ് റൂൾ ഉണ്ട്. ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവിടെ സമരത്തിൽ പങ്കെടുത്തതിന്റെയൊക്കെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നല്ലോ. നിങ്ങൾ എന്ത് നടപടി എടുത്തിട്ടുണ്ട്? സർക്കാർ ഉദ്യോഗസ്ഥന്മാർ സമരത്തിൽ പങ്കെടുത്തതിന്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ നിങ്ങൾ എന്ത് നടപടി എടുത്തിട്ടുണ്ട്? ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ എല്ലാ കാര്യവും 100% പാലിക്കപ്പെട്ടാണ് പോകുന്നതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ അവർക്ക് ബാധകമായ നിങ്ങളെ ഇപ്പൊ ബാധിച്ച ഒരു വലിയ പ്രശ്നം ഇത് നിങ്ങളും കൃഷ്ണൻകുട്ടി മണിമലയ്ക്കും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. ഞങ്ങളെ കുറ്റം പറയരുത്,
പാടിക്കോളൂ, അവധാന പാട്ടുകൾ ഇങ്ങനെ പാടിക്കോളൂ. അത് കേട്ട് ഇങ്ങനെ സുഖലോലിപതരായി ഞങ്ങൾ ഇരിക്കാം. എഴുതാപ്പുറം വായിക്കരുത്, കുറ്റം പറയരുതെന്ന് പറഞ്ഞില്ല. കുറ്റം പറയാനായിട്ട് വി ഡി സതീശനുണ്ട്. അത് വി ഡി സതീശന്റെ ജോലിയാ, ഈ ഡോക്ടറുടെ ജോലിയല്ല. അതിലെ അങ്ങ് കൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ കുറ്റം പറഞ്ഞ ആൾക്കെതിരെ അങ്ങ് ഈ സർവീസ് റൂളിലെ ചട്ടം കാണിച്ച് കൊടുത്തല്ലോ, ആ കത്ത് കൊടുക്കാനേ അങ്ങേക്കും കഴിയൂ. അല്ലാതെ അതിനപ്പുറത്തേക്ക് അയാളെ കളരാണെന്ന് മുദ്ര കുത്താനുള്ള എന്തെങ്കിലും അധികാരം ഈ കേരള സർക്കാരിനുണ്ടോ? ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കോ ആരോഗ്യമന്ത്രിക്കോ ഉണ്ടോ? ഇവിടുത്തെ ഈ രണ്ട് പ്രിൻസിപ്പാളിനും അതുപോലെ ഈ ഇയാൾക്കുണ്ടോ? കള്ളൻ എന്നൊരു വാക്ക് അയാൾക്ക് കൊടുത്തുള്ള കത്തിനകത്ത് പറഞ്ഞിട്ടില്ല, ഒരു മന്ത്രിയും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. ഒരു സാധനം 20 ലക്ഷം രൂപയുടെ ഓസിലോസ്കോപ്പ് കാണാനില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? പിന്നെ അത് അദ്ദേഹത്തിന്റെ മുറിയിൽ കൊണ്ടുവയ്ക്കുന്നത് പോലെ അദ്ദേഹം ഇല്ലാത്ത സമയത്ത് അദ്ദേഹം അല്ലല്ല, അങ്ങനെയൊന്നുമല്ല. ആ സാധനം പിന്നെ അത് കഴിഞ്ഞ് കള്ളൻ എന്ന് പറഞ്ഞില്ല, സാധനം എടുത്തോണ്ട് പോയ ആളെന്ന് പറഞ്ഞേ ഉള്ളൂ അല്ലേ? കള്ളനെന്നൊരു വാക്ക് നിങ്ങൾ ഉണ്ടാക്കിയതാ. കള്ളൻ എന്ന വാക്ക് ഞങ്ങളൊക്കെ നാട്ടിൽ നമ്മുടെ ആ സർക്കാരിന്റെ സാധനങ്ങൾ അനുമതി ഇല്ലാതെ ജനം മനസ്സിലാക്കുക. ആ കള്ളൻ എന്ന് പറയണ്ടല്ലോ. 20 ലക്ഷം രൂപയുടെ ഓസിലോസ്കോപ്പ് കാണാനില്ല, ഡോക്ടർക്കെതിരെ അന്വേഷണം. എന്താ മനസ്സിലാക്കേണ്ടത്? അദ്ദേഹം മാധ്യമങ്ങൾ ആവശ്യമില്ലാത്ത വാക്കുകൾ ഉണ്ടാക്കുമല്ലോ. മാധ്യമം ആവശ്യമില്ലാത്ത വാക്കുകളാണോ ഉണ്ടാക്കിയതല്ല, നിങ്ങളാണോ ആവശ്യമില്ലാത്ത ഒരു വിവാദം ഉണ്ടാക്കിയതെന്ന് എന്ന് നമുക്ക് ഈ ഡോക്ടർക്ക് കൊടുത്ത കത്തിനകത്തോ ഏതെങ്കിലും ഒരു മന്ത്രിയോ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട സർക്കാരിന്റെ ഏതെങ്കിലും ഏജൻസിയോ കള്ളൻ എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അത് മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, കാര്യങ്ങൾക്ക് ഒരു മസാല ചേർക്കാൻ വേണ്ടിയിട്ട്. ഈ കാര്യങ്ങൾക്ക് ഒരു മസാല കേരളം തൊണ്ട തൊടാതെ വിഴുങ്ങുമെന്ന് അങ്ങ് ധരിക്കുന്നുണ്ടോ? അതാണ് എനിക്ക് അറിയേണ്ടത്. എങ്ങനെ ഇത് കേരളം തൊണ്ട തൊടാതെ അങ്ങ് ഈ പറഞ്ഞ കാര്യം വിഴുങ്ങും എന്ന് അങ്ങ് ധരിക്കുന്നുണ്ടോ? ഇല്ല, ഇതിപ്പോ അദ്ദേഹത്തെ കുരുക്കാനല്ല ശ്രമിച്ചത് എന്നത് കാര്യം കേരളം തൊണ്ട തൊടാതെ വിഴുങ്ങും. ഒരു മോഷ്ടാവായി, ഒരു കുറ്റക്കാരനായി, ഒരു തെറ്റുകാരനായി ഇവിടുത്തെ ഒരു ഉപകരണം എടുത്ത് മറിച്ചു കൊണ്ടുപോകുന്ന, പിന്നെ പിടിക്കപ്പെട്ടപ്പോൾ തിരിച്ച് വാങ്ങിവെച്ച ഒരാളെന്ന രീതിയിൽ നിങ്ങൾ അവതരിപ്പിച്ചതല്ലേ അത്? സംഗതി എന്താ? സത്യത്തിൽ എന്താ സംഭവിച്ചത്? അതാണോ സത്യത്തിൽ സംഭവിച്ചത്? അതാണോ? നിങ്ങൾ എന്തൊക്കെ ചർച്ച ചെയ്താലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് അങ്ങേർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കത്തിന് അങ്ങേര് മറുപടി കൊടുക്കും. അത് മറുപടി കിട്ടുന്ന അനുസരിച്ച് ബാക്കി നടപടി ഉണ്ടാവും. അത്രേ ഉള്ളൂ. അങ്ങനെ അതല്ല, ഇന്നിപ്പോ ആരോഗ്യമന്ത്രിയുടെ കേന്ദ്രത്തിൽ നിന്ന് വ്യക്തമാകുന്നു, ഇനി ഒരു അന്വേഷണം ഇല്ല, അദ്ദേഹം കുറ്റക്കാരനല്ലെന്ന് നിങ്ങൾ കണ്ടെത്തി. സന്തോഷം. എന്തേ നിങ്ങൾക്ക് നടപടി എടുക്കാൻ കഴിയാത്തത്? പുള്ളി മറുപടി കൊടുക്കും, അതിന് മറുപടി സർക്കാരും കൊടുക്കും, അതോടെ പ്രശ്നം അവസാനിക്കും. നോക്കാം. ഏതായാലും ഈ മഹത്തായ രണ്ട് ഈ നിങ്ങൾ പോയിട്ട് ഈ നമ്മുടെ ദേശീയ അവാർഡ് ഏതൊക്കെ മറ്റേ കേരള സ്റ്റോറിക്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് പ്രതിഷേധിച്ചില്ല. അതിൽ ഏറ്റവും നല്ല അവാർഡ് കൊടുക്കേണ്ടത് ഈ PK ജബ്ബാറിനും അതായത് പ്രിൻസിപ്പൽ PK ജബ്ബാറിനും സൂപ്രണ്ട് ഡോക്ടർ സുനിൽ കുമാറിനുമാണ്. കാരണം സർക്കാരിന് വേണ്ടി എത്ര മനോഹരമായി അഭിനയിക്കുന്നത്. ശരി, ഏതായാലും കൊള്ളാം. അങ്ങയുടെ വിശദീകരണം ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചു. വളരെ നന്ദി. അങ്ങയുടെ നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നു. വളരെ നന്ദി ശ്രീ കൃഷ്ണൻകുട്ടി. ബിനോയ് കൊല്ലത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ബിനോയ്. നമസ്കാരം. ശ്രീ ബിനോയ്ക്ക് ഇത് കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഈ ഡോക്ടറെ ഞാനാണ് കള്ളൻ എന്ന് പറഞ്ഞത് സർക്കാർ അങ്ങനെ പറഞ്ഞിട്ടില്ല, അദ്ദേഹം വളരെ നല്ലവനാണ് എന്ന രീതിയിലൊരു ചിത്രീകരണം നൽകാനാണ് ശ്രമിച്ചതെന്ന ആരോപണത്തിൽ ബിനോയ്ക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഞാനാണോ തെറ്റുകാരൻ? ചിത്രീകരണം പറഞ്ഞയാള് പിണറായിസം എന്നൊരു ഇസം ഇപ്പൊ നമ്മളുടെ നാട്ടിലൊക്കെ ഉണ്ട്. പിണറായിസം, ആ പിണറായിസത്തിന്റെ വക്താവായിരിക്കും ഇപ്പൊ സംസാരിച്ചത്. ഒരിക്കലും ഒരു റിയൽ കമ്മ്യൂണിസ്റ്റുകാരൻ ആ രീതിയിലൊന്നും സംസാരിക്കില്ല. പിണറായി വടിയെടുക്കുമ്പോൾ ഒതുങ്ങുന്ന ആളുകളിൽ പെട്ട ആളായിരിക്കും അദ്ദേഹം. പിണറായി ഇപ്പൊ മനു തന്നെ പറഞ്ഞു, ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി വിജയം പറഞ്ഞതിന്റെ കോപ്പിയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഇപ്പോഴും ന്യായീകരിക്കുകയാണ് ഈ സർക്കാരിനെയും മന്ത്രി വീണയെയും ന്യായീകരിക്കാൻ. ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. ഹാരിസ് എന്ന് പറഞ്ഞത് കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെയും ഇന്നത്തെ ഹീറോ ആണ്. അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച കൃഷ്ണൻകുട്ടി പറഞ്ഞു ലെക്ചറിലും അവിടെയൊക്കെ എഴുതിയിട്ടുണ്ടെന്ന്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, അദ്ദേഹം പറഞ്ഞ് മടുത്തിട്ട് അദ്ദേഹം അവസാനമാണ് പൊതുജനങ്ങളോട് പറഞ്ഞത്. ആ പൊതുജനങ്ങളോട് പറഞ്ഞപ്പോൾ നേരത്തെ അദ്ദേഹത്തിനെ 10,000 പേരാണ് അംഗീകരിച്ചതെങ്കിൽ ഇപ്പോൾ 10 ലക്ഷം പേര് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട്, ഹാരിസ് ചിറക്കലിനോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് ഹാരിസ് ചിറക്കൽ പറഞ്ഞതെല്ലാം നഗ്നമായ സത്യം തന്നെയാണെന്ന് വീണ്ടും തെളിയിക്കുന്നു. അപ്പൊ വീണ്ടും ഞാൻ ചർച്ച ചെയ്യുന്നില്ല. മനു തന്നെ പറഞ്ഞു അദ്ദേഹത്തിനെ കള്ളനാക്കാൻ ശ്രമിച്ച് ജബ്ബാറിനെയും സുനിലിനെയും ഉണ്ട്. ജബ്ബാർ നമ്മൾക്കറിയാം മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പളാണ്. ജബ്ബാറിനെയും നമ്മുടെ സൂപ്രണ്ട് സുനിലിനെയും കൊണ്ട് കള്ളനാക്കാൻ ശ്രമിച്ചു. അത് കള്ളനാക്കിക്കൊണ്ടിരുന്നപ്പോ
DME വിളിച്ചു പറയുന്നു, അയ്യോ സാധനമൊക്കെ കിട്ടി, നിങ്ങൾ പത്രസമ്മേളനം നിർത്ത് എന്നുള്ളത്. അതായത് പിണറായി വിജയനും വീണയും സംസാരിക്കാൻ അതിന് ഇടനില നിൽക്കുന്ന ഒരാളാണ് DME. ആ DMEയുടെ പേരെനിക്ക് വ്യക്തം അറിഞ്ഞൂടാ. പക്ഷെ എന്താണ് മനു വിശ്വനാഥനാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. ആരെ വിളിക്കുന്നത്? PK ജബ്ബാറിനെയും സുനിലിനെയും വിളിക്കുന്നു. അതായത് നമുക്കറിയാം കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളും ഒരു പാപ്പരത്തം പോലെയാണ് പോകുന്നത്. ഈ ഗവൺമെന്റിന് ഒന്നും നോക്കാനില്ല. പ്രത്യേകിച്ച് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെ ഇവിടുത്തെ ആരോഗ്യ വകുപ്പിന് വിശ്വാസമില്ല. അതുകൊണ്ടാണല്ലോ അദ്ദേഹം അമേരിക്കയിൽ മയോ ക്ലിനിക്കിൽ പോയി അവിടെ പോയി ട്രീറ്റ് ചെയ്തോട്ടെ മുഖ്യമന്ത്രി എന്നുള്ളത്. പക്ഷേ കേരളത്തിലെ ഇതുപോലുള്ള ആരോഗ്യ മേഖലയിലെ മെഡിക്കൽ കോളേജുകളിലും മറ്റുമൊക്കെ മുഖ്യമന്ത്രിയും വീണയും ശ്രദ്ധിക്കണം. പിന്നെ വീണ നിങ്ങളെയൊക്കെ പോലെ ഒരു മാധ്യമ പ്രവർത്തകയായിരുന്നു. അവർക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. പക്ഷേ പിണറായി വിജയന്റെ മുമ്പിൽ 10 വിരൽ കാണിച്ചിട്ട് 10 കാണിച്ചാൽ അത് 9 കാണിച്ചാൽ അത് 10 പിണറായി വിജയൻ പറയുന്നതെങ്കിൽ അത് പറഞ്ഞോളണം. അതാണ് പിണറായി വിജയൻ. ഒരു മന്ത്രിമാര് പോലും പിണറായി വിജയന്റെ അവരുടെ മീറ്റിംഗ് കൂടുമ്പോൾ വന്നിരുന്ന അഭിപ്രായം പറയത്തില്ല. അഭിപ്രായം പറയും വ്യത്യാസമുണ്ടെങ്കിൽ. പക്ഷേ മുഖ്യമന്ത്രി വടിയെടുക്കും, അവിടെ ഇരിക്കും. അങ്ങനല്ല, ഇങ്ങനെയാണ്. എനിക്ക് കുറച്ചുകൂടെ പ്രേക്ഷകർ കാത്തു നിൽക്കുന്നതുകൊണ്ടാണ് ബിനോയ്, അതായത് വളരെ കൃത്യമാണ് ബിനോയ് പറഞ്ഞത്. മനു അവസാനിപ്പിക്കുന്നു, തീർന്നു. അതായത് മുഖ്യമന്ത്രി ഈ 20 മന്ത്രിമാരും പറയുമ്പോൾ മുഖ്യമന്ത്രി കേൾക്കാറില്ല. മുഖ്യമന്ത്രി പറയുന്നത് മന്ത്രിമാര് കേട്ടില്ലെങ്കിൽ അവരെ വെട്ടിയിരിക്കും, അവരെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റും, സ്പീക്കറിനെ മാറ്റി അങ്ങോട്ട് വെക്കും, ഇങ്ങോട്ട് വെക്കും. ഇതെല്ലാം ചെയ്യുന്ന ആളായിരിക്കുന്നു മുഖ്യമന്ത്രി. അതുകൊണ്ട് പരാജയമാണ് പിണറായി വിജയനും, പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രി എന്ന് പറയുമ്പോൾ ഒരു മേഖലയാണ്. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് മനു. ഓക്കെ, താങ്ക് യു. അപ്പൊ ഷാജി ഭാസ്കർ എന്നോട് ചോദിക്കുന്നു, ഷൈല ടീച്ചറെ ഇപ്പോൾ പുറത്തുമ്പോൾ അവരെ ആക്ഷേപിച്ചവർ കൂടി ഓർക്കണം. കോവിഡ് റാണി, നിപ്പ രാജകുമാരി ഇതെങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ടെന്നാണ്. ഓക്കെ, അത് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. അപ്പോൾ എന്നോട് ഷിജു ചോദിക്കുന്നു, വെൻ വാസ് യുവർ ലാസ്റ്റ് കോൺവെർസേഷൻ വിത്ത് വീണ ജോർജ് വൈൽ ഷി വാസ് ദി ന്യൂസ് ആങ്കർ മിസ്റ്റർ മനു എന്ന്. അത് അവർ അവിടെ പഠിക്കുന്ന അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഏറ്റവും അവസാന ദിവസങ്ങൾ വരെ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതിന് ശേഷമൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അവർ പലയിടത്തും വരുമ്പോൾ ബൈറ്റ് എടുക്കാനും അതിനൊക്കെ വാർത്ത റിപ്പോർട്ട് ചെയ്യാനൊക്കെ നമ്മൾ പോകില്ല, അപ്പോഴൊക്കെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ തർക്കം നടന്നൊരു സംഭവം അറിയാമല്ലോ. ഒരിക്കൽ വീണ ജോർജ് ഇങ്ങനെ അവർ ആശമാരെ ആട്ടിപ്പായിച്ചു എന്നൊരു ആരോപണം പൊതുവെ ഉയർന്നു വന്നപ്പോൾ അങ്ങനെ ഇല്ല എന്ന് അങ്ങനെ താൻ ചെയ്തിട്ടില്ല എന്ന് ഒരു തവണ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഞാനിവിടെ എല്ലാവരോടും തുറന്നു പറഞ്ഞു, അവരങ്ങനെ ചെയ്തിട്ടില്ല എന്നവർ എന്നോട് പറഞ്ഞു. അത് പൊതുവേദിയോടുള്ള ഒരു വലിയ അംഗീകാരമായാണ് ഞാൻ കാണുന്നത്. നമ്മുടെ പൊതുവേദിയിലെ പ്രേക്ഷകരോടെന്ന നിലയിലാണ് അവർ പറഞ്ഞത് അങ്ങനെ അവർ ചെയ്തിട്ടില്ല. അപ്പോൾ അതാണ്. അല്ലാതെ ഇതിൽ വേറെ എനിക്ക് അവരോട് വ്യക്തിപരമായ ഒരു കോൺവെർസേഷനും അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയവുമായിട്ട് ഒരു അടുപ്പമൊന്നുമില്ല. വ്യക്തി എന്ന നിലയിൽ അറിയാം, അതേ ഉള്ളൂ. ഓക്കെ, ശ്രീധരൻ പിള്ള പറയുന്നു, മണിമലയെ പേടിപ്പിക്കാനല്ല, നിങ്ങളുടെ അഭിപ്രായം കേൾക്കാനാണ് വിളിക്കുന്നത്. നമ്മൾ സുഹൃത്തുക്കളാണ് എൻ്റെ വിശ്വാസം. താങ്കൾ എനിക്കറിയില്ല. ശശിധരൻ പിള്ള. ഓക്കെ ഓക്കെ അതല്ലല്ല, അത് നമ്മൾ ചില തർക്കങ്ങൾ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ശശിധരൻ പിള്ള. ഓക്കെ, ശക്തിമാൻ എനിക്ക് നമസ്കാരം പറയുന്നുണ്ട്. VC തോമസ് പറയുന്നു, ഡോക്ടർ ഹാരിസ് ആരോഗ്യമന്ത്രി വീണ ജോർജിനോട് ക്ഷമ ചോദിക്കുന്നുവെന്ന് മാധ്യമ വാർത്ത. ഓക്കെ, മണിമലയുടെ കെണിയിൽ വീടല്ലേ മനു, അത് ആളുകളെ കൊണ്ടൊന്നും പറയിപ്പിക്കാതിരിക്കാനാണ് പുള്ളി ലക്ഷ്യമിടുന്നതെന്നൊക്കെ ശ്രീധരൻ പിള്ള എനിക്ക് ഉപദേശം തരുന്നു. അങ്ങനെയല്ല, നമ്മുടെ മണിമല നമുക്ക് അറിയുന്ന ഒരാളാണ്. അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വരട്ടെ. ഞാനിത് എന്താണ് ആ ഭാഗത്തുള്ളവർ പറയുന്നതും കൂടി നമുക്ക് കേൾക്കണ്ടേ. അപ്പം മറുവശത്തിനും കൂടി പറയാനുള്ള അവസരം വേണമല്ലോ. LDF സർക്കാരിന് ഒന്ന് അടിക്കാൻ കിട്ടുന്ന ഒരു ചാൻസും കളയരുത് എന്ന് എന്നോട് പറയുന്നു സന്തോഷ് പാരിപ്പായും. താങ്കളുടെ ഇന്നത്തെ സന്തോഷം കണ്ടിട്ട് ഇത് പറയാതിരിക്കാൻ വയ്യാതാണ്. ഇല്ലേ, എനിക്കങ്ങനെ LDF സർക്കാരിനോട് ഒരു ഇതില്ല. പക്ഷേ ഒരു മനുഷ്യനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നതിനോട് വലിയ വിയോജിപ്പുണ്ട്. ഞാൻ LDF സർക്കാർ ഒരു മോശം സർക്കാരാണെന്നോ അല്ലെങ്കിൽ അവരെ കൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ലെന്നൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇത് ഒരു വ്യക്തിയെ കള്ളനായി കൊടുക്കാൻ നടത്തിയ ഒരു നീക്കത്തിനെ എനിക്ക് എങ്ങനെയായാലും അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മത്സ്യത്തൊഴിലാളികൾക്ക് വീട് വെച്ചതിൻ്റെ കാര്യം പറഞ്ഞല്ലോ, നമ്മളതിനോട് യോജിക്കാവുന്ന മേഖലകളിൽ യോജിക്കുന്നു. പക്ഷേ ഒരു മനുഷ്യൻ അയാളുടെ എല്ലാ താല്പര്യവും മാറ്റി നിർത്തിക്കൊണ്ട് പൊതുജന സേവനത്തിന് വേണ്ടി ഇറങ്ങുന്നു. ആ മനുഷ്യനെ അയാളൊരു ഫേസ്ബുക്കിൽ ഒരു ഇതിട്ടു, ഓക്കെ, അത് പറഞ്ഞു, പിൻവലിച്ചു.
പക്ഷേ ആ ആരോപണം അവിടെ നിലനിൽക്കുകയാണല്ലോ. ഇത് പണ്ട് നമ്മുടെ വിജയൻ മാഷ് പറഞ്ഞ പോലെ ഒരു ചോദ്യം ചോദിക്കുന്ന കുട്ടിയെ നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കാം, പക്ഷേ ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ. ആ ചോദ്യം അവിടെ നിലനിൽക്കുന്നു. കേരളം ആരോഗ്യരംഗത്ത് നേട്ടങ്ങൾ കൈവരിച്ചിട്ടില്ലെന്ന് നമ്മളാരും പറയുന്നില്ല. പക്ഷേ അത് കൂടുതൽ നേട്ടം കൈവരിക്കാൻ കൂടിയാണല്ലോ ഈ പ്രതികരണം അദ്ദേഹം നടത്തിയത്. അപ്പോൾ അത് ഓസിലോസ്കോപ്പ് കാണാനില്ലെന്ന് പറയുക, പിന്നെ അടുത്ത 2 ദിവസം കഴിയുമ്പോൾ അടുത്ത ഒരു ആരോപണവുമായി വരിക, എന്നിട്ട് അത് പറയുന്നത് ഓസിലോസ്കോപ്പ് കാണാനില്ല എന്ന് പറയുക, അത് പിന്നീട് ഇയാൾ വാങ്ങി വെച്ചു എന്ന് സംശയം ജനിപ്പിക്കുന്ന തരത്തിൽ പറയുക. സത്യത്തിൽ അത് നെഫ്രോസ്കോപ്പുകൾ നേരെയാക്കാൻ കൊടുത്തയച്ച നെഫ്രോസ്കോപ്പുകൾ മടങ്ങി വന്നതാണ്. അതൊരു കൊറിയർകാരനാണ് അവിടെ കൊടുക്കുന്നത്. അത് ആരോ അതിഗൂഢമായി കൊണ്ടുവയ്ക്കുന്നതാണെന്ന തരത്തിൽ പറയുക. ഇതൊക്കെ പറയുന്നത് ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത ആളുകളല്ല, അവിടുത്തെ 2 പ്രമുഖരായ ആളുകളാണ്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാൻ ഈ നാട്ടിലെ ആളുകൾക്ക് കഴിയില്ല എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. എൻ്റെ സന്തോഷമൊന്നും നോക്കണ്ട കേട്ടോ, അതിലൊന്നും കാര്യമില്ല. എനിക്കങ്ങനെ ഇതിനോട് ദേഷ്യമൊന്നുമില്ല. എസ് കൃഷ്ണൻകുട്ടി, വൺ ഹൂമൻ ഡിസ്പ്യൂട്ട് റിഗാർഡിംഗ് ദ ഓക്കെ, കേരള സർക്കാരിനെ താറടിച്ച് കാണിക്കുന്ന ഒരു പൊതുവേദി ആവരുത് ഇതെന്ന് ആണ് ഷാജി പറയുന്നത്. കേരള സർക്കാരിനെ അല്ല ഞാൻ ഒരു ഇടത്തും താറടിച്ചില്ല. BJPക്കാരും കോൺഗ്രസ്സുകാരും വിളിച്ച് പിണറായിയും കേരള സർക്കാരിനും തെറി പറയുന്നത് കേൾക്കാൻ എനിക്ക് നാണമില്ല എന്നാണ്. നിങ്ങളല്ലേ നാണിക്കേണ്ടത്, ഞാനെന്തിനാണ് അതിൽ നാണിക്കേണ്ടത്? ഇത് എനിക്ക് ആരെങ്കിലും തെറി പറയുന്നത് കേൾക്കാനോ അതിലൊന്നും താല്പര്യം. പക്ഷേ ഒരു മനുഷ്യനെ എങ്ങനെ വേട്ടയാടപ്പെട്ടാൽ അയാൾക്കൊപ്പം നിൽക്കേണ്ട പ്രഥമ ഉത്തരവാദിത്വം ഈ നാട്ടിൽ ആർക്കാണ്? ഈ നാട്ടിൽ അത് ആർക്കാണ് ആ പ്രഥമ ഉത്തരവാദിത്വമുള്ളത്? അതൊരു മാധ്യമപ്രവർത്തകനല്ലേ? അങ്ങനെ മാധ്യമപ്രവർത്തകർ അവരുടെ കൂടെ നിൽക്കേണ്ടേ? അദ്ദേഹം ഈ വിളിച്ചു പറഞ്ഞ മനുഷ്യൻ ഹാരിസ്, അദ്ദേഹം ഒരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാണ്. ആ മനുഷ്യൻ ഇങ്ങനെ പറയേണ്ടി വന്നൊരു സാഹചര്യം നമ്മൾ കേട്ടല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കാതെ നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. ഓക്കെ, ഏതായാലും UDF മന്ത്രിയായിരുന്ന ശിവകുമാറിൻ്റെ കാലം കൊതിയാകുന്നു ബിനോയ്ക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ട്. അനഘ സാർ, ഇവിടെ എല്ലാവർക്കും വൈറൽ ഫീവറായി, ഇപ്പോൾ കുറവുണ്ട് എന്ന് പറയുന്നു. ഓ അനഘ, പ്ലീസ് ടേക്ക് കെയർ. അനഘയ്ക്കും അവിടെ വൈറൽ ഫീവറാണെന്നാണ് പറയുന്നത്. ഏതായാലും ഇതിൻ്റെ ഇതാണ്. ഏതായാലും അത് കാലാവസ്ഥയുടെ ഒരു പ്രശ്നമായിരിക്കും. ഏതായാലും എനിക്ക് തോന്നുന്നത് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഒരു പോൾ കാർഡുണ്ട്. ഇന്ന് നമ്മൾ ഈ വിഷയം യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. ഡോക്ടർ ഹാരിസിനെ കൊടുക്കാൻ ശ്രമിച്ച ആരോഗ്യവകുപ്പ് സ്വയം കുടുങ്ങിയോ എന്ന ചോദ്യത്തിന് 94% ആളുകൾ പറയുന്നത് ഡോക്ടർ ഹാരിസിനെ കൊടുക്കാൻ ആരോഗ്യവകുപ്പ് ശ്രമിച്ചു, അവർ തന്നെ കുടുങ്ങുകയും ചെയ്തതാണ്. പക്ഷേ 6% മറിച്ചും ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മനുവിൻ്റെ ഒരു കണ്ടുപിടുത്തമാണ് എന്ന് കമൻ്റ് അടിച്ചവർക്ക് ഒക്കെയുള്ള മറുപടിയാണ് അടിച്ചുപോയ സിസ്റ്റം എന്ന അക്യൂരിയസ്. അങ്ങനെ കമൻ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, ഏതായാലും ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.